ഹായ് ഓൾ, വെൽക്കം ടു KS മെൻറ്റർ. അപ്പോൾ ഇന്ന് നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയ കുറച്ച് കറണ്ട് അഫയേഴ്സ് ടോപ്പിക്സ് ആണ് പഠിക്കാൻ പോകുന്നത്. LGS എക്സാമുകളൊക്കെ എഴുതി വരുന്നവർക്കും അടുത്ത OAയുടെ പ്രിലിംസ് എഴുതാൻ പോകുന്നവർക്കുമൊക്കെ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആണിത്. ആദ്യം തന്നെ ഇനി LGS എക്സാം എഴുതാൻ പോകുന്നവർക്കൊക്കെ ഓൾ ദി വെരി ബെസ്റ്റ്. നമ്മൾ സക്സസ്ഫുള്ളി മാരത്തോൺ റൺ ചെയ്തിരുന്നു. നമുക്ക് വളരെയധികം നമ്മൾ ഒത്തിരി ഡയറക്റ്റ് ഹിറ്റായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആ മാരത്തോണിൽ പറഞ്ഞിരുന്നു. കുട്ടികൾക്കൊക്കെ ഉപകാരപ്രദമായി എന്ന് അറിഞ്ഞു. വളരെയധികം സന്തോഷം. അപ്പോൾ ഇനിയുള്ള മാരത്തോണുകൾ, ഇനി അടുത്തുള്ള LGS എക്സാമിൻ്റെ മാരത്തോണും എന്തായാലും ഉണ്ടാവും. എല്ലാവരും എക്സാമിൻ്റെ അടുത്ത ദിവസങ്ങളിലായിട്ട് തന്നെ ഉണ്ടാവും. അപ്പോൾ എല്ലാവരും എന്തായാലും പ്രിപ്പയർ ചെയ്തിരിക്കുക കേട്ടോ. LDC എക്സാം ഒക്കെ എഴുതി എല്ലാവരും എക്സാം ഒക്കെ കഴിഞ്ഞു എന്ന് പറഞ്ഞ് റെസ്റ്റ് എടുത്തിരിക്കുകയായിരിക്കും അല്ലേ. അപ്പോൾ ഇനി LDC എക്സാം നന്നായി എഴുതിയവരും ഉണ്ടാകും, അതുമാത്രമല്ല കുറച്ച് പാടുള്ള കുട്ടികളും ഉണ്ടാവും. ഇപ്പോൾ രണ്ട് കൂട്ടരും കൂടി അറിയാൻ വേണ്ടി നമ്മൾ KS മെൻറ്റർ യൂണിഫോം പോസ്റ്റുകൾക്ക് വേണ്ടി എക്സ്ക്ലൂസീവ്ലി ബാച്ചസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അതുകൂടാതെ 10th 12th വേണ്ടി ബാച്ചസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അടുത്ത് തന്നെ ഉണ്ടാവും. അപ്പം ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ എന്തായാലും KS മെൻറ്ററിനെ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് എന്തായാലും കറണ്ട് അഫയേഴ്സ് പഠിച്ചു തുടങ്ങാം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ടോപ്പിക്സ് ആണ് ഞാൻ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. പുരസ്കാരങ്ങൾ പറയുന്നുണ്ട്, നൊബേൽ പ്രൈസുകളിനെ കുറിച്ച് പറയുന്നുണ്ട്, സ്പോർട്സിൽ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയ കുറച്ച് ടോപ്പിക്സ് പറയുന്നുണ്ട്. എന്തായാലും ഇത് പഠിച്ചാൽ നിങ്ങൾക്ക് ആ മാർക്ക് ലഭിക്കും എന്നുള്ളത് ഉറപ്പാണ്. അപ്പോൾ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യമേ തന്നെ നമുക്ക് പുരസ്കാരങ്ങളെക്കുറിച്ച് പഠിച്ചു തുടങ്ങാം. ആദ്യമേ ഞാൻ എന്താണ് എഴുതിയിരിക്കുന്നത്? എഴുത്തച്ഛൻ പുരസ്കാരത്തെക്കുറിച്ചാണ്. എഴുത്തച്ഛൻ പുരസ്കാരമാണ് എന്നാണ് നമ്മുടെ കേരളത്തിൽ പുരസ്കാരങ്ങളിൽ ലിറ്റററി അവാർഡ്സിൽ കൊടുക്കുന്ന ഏറ്റവും ഹൈയസ്റ്റ് ആയിട്ടുള്ള അവാർഡ്. എപ്പോഴും ചോദിക്കുന്ന ഒരു അവാർഡാണ് എഴുത്തച്ഛൻ പുരസ്കാരം. എഴുത്തച്ഛൻ പുരസ്കാരം ഞാൻ എന്താ എഴുതിയിരിക്കുന്നത്? 1993 ആദ്യമായിട്ട് കൊടുക്കപ്പെടുന്നു. അത് ശൂരനാട് കുഞ്ഞൻപിള്ളയ്ക്കാണ്. അപ്പോൾ കറണ്ട് അഫയേഴ്സ് പറഞ്ഞു പോകുന്ന ആ സമയത്ത് തന്നെ ഞാൻ എന്താണ് ബേസിക് ആയിട്ടുള്ള സ്റ്റാറ്റിക് ആയിട്ടുള്ള ഏരിയയും കൂടി പറഞ്ഞു തരാം, കാരണം അങ്ങനെയും ചോദ്യം വരാം. അപ്പോൾ 1993 എഴുത്തച്ഛൻ പുരസ്കാരം കൊടുത്തു തുടങ്ങിയിട്ടുള്ളതെന്നുള്ള കാര്യം നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഇത് കൂടാതെ അത് ആർക്കാണ് കൊടുത്തത്? ശൂരനാട് കുഞ്ഞൻപിള്ളയ്ക്കാണ് കൊടുത്തത്. എൻ്റെ കൂടെ തന്നെ പറഞ്ഞു പഠിച്ചു പൊയ്ക്കോളൂ കേട്ടോ. ഇനി 2023 ആർക്ക് ലഭിച്ചു എന്ന് ചോദിച്ചാൽ അത് SK വസന്തനും 2024 NS മാധവനും. അപ്പം കൂടുതൽ ചോദിക്കാൻ ചാൻസ് ഉള്ളത് 2023 24 വർഷത്തെയാണ്. 2023 ഓർത്തു വെച്ചോളൂ, SK വസന്തനും. 2024 ആർക്കാണ് കിട്ടുന്നത്? NS മാധവനുമാണ്. അപ്പോൾ എഴുത്തച്ഛൻ പുരസ്കാരത്തിനെ കുറിച്ച് ഞാൻ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു. 1993 തുടങ്ങി ശൂരനാട് കുഞ്ഞൻപിള്ളയ്ക്ക് കൊടുത്തു, 2023 SK വസന്തനും, 2024 NS മാധവനും. അടുത്തത് നോക്കാം. അടുത്തത് എന്താണ് ഞാൻ കൊടുത്തിരിക്കുന്നത്? ഓടക്കുഴൽ അവാർഡിനെ കുറിച്ചാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. അപ്പം ആദ്യമേ പറഞ്ഞതുപോലെ തന്നെ ആദ്യ മാർക്ക് കിട്ടി എന്നുള്ളത് അറിയണം. 1968 ബാലകവി രാമനാണ് ആദ്യമായി ലഭിക്കുന്നത്. നാരായണീയം എന്നുള്ളതിനാണ് അദ്ദേഹത്തിന് കിട്ടുന്നത് എന്നുള്ളത് ഒന്ന് പഠിച്ചു വെക്കുക. അപ്പോൾ 2023 ആർക്ക് കിട്ടുന്നു? PN ഗോപികൃഷ്ണൻ. അപ്പോൾ നിങ്ങളൊന്ന് ഓർത്തു വെച്ചേ, ഓടക്കുഴൽ ആർക്ക്? ഗോപികൃഷ്ണന്. കവിത മാംസഭോജിയാണ് എന്നുള്ള ആ ഒരു വർക്കിനാണ് കിട്ടുന്നത്. അപ്പോൾ ഓടക്കുഴൽ അവാർഡ് ഓടക്കുഴൽ കൃഷ്ണൻ. എന്താണ് ഓർത്തിരിക്കേണ്ടത്? PN ഗോപികൃഷ്ണൻ. ഓർത്തു വെച്ചോളൂ, ഓടക്കുഴൽ PN ഗോപികൃഷ്ണൻ 2023. അടുത്തത് വയലാർ അവാർഡാണ്. ആർക്കാണ് വയലാർ അവാർഡ് ആദ്യമേ ലഭിക്കുന്നത്? 1977 ആര്? ലളിതാംബിക അന്തർജനം. എല്ലാവരും വായിച്ചിട്ടുള്ള ബുക്കാവും അഗ്നിസാക്ഷി. നിങ്ങൾ പുസ്തകം വായിക്കുന്ന ഒരാളാണെങ്കിൽ ഇതെന്തായാലും വിട്ടുപോയിട്ടുണ്ടാവില്ല. അഗ്നിസാക്ഷിക്കാണ് കിട്ടുന്നത്. ലളിതാംബിക അന്തർജനത്തിന് 1977. നിങ്ങളിങ്ങനെ എഴുതി വെച്ച് പഠിക്കുന്നവരാണെങ്കിൽ ഒരു പുസ്തകം എടുത്ത് എൻ്റെ കൂടെ തന്നെ എഴുതിപ്പോയിക്കോളൂ കേട്ടോ. അപ്പോൾ 1977 ആർക്ക് ലഭിച്ചു? മനസ്സിൽ പറഞ്ഞോ, ലളിതാംബിക അന്തർജനം അഗ്നിസാക്ഷിക്ക്. 2023 ആർക്ക് കിട്ടി? PYQ ഇപ്പം നടന്ന കുറേ എക്സാമുകൾക്ക് ചോദിച്ചു കണ്ടു. ശ്രീകുമാരൻ തമ്പിക്ക് ജീവിതമൊരു പെണ്ടുലം. ജീവിതം ഒരു പെണ്ടുലം വയലാർ അവാർഡ് 2023 ആർക്ക് ലഭിച്ചു? ശ്രീകുമാരൻ തമ്പി. അങ്ങോട്ട് പോകുമ്പോൾ 2023 തന്നെ ശ്രീകുമാരൻ തമ്പിക്ക് വേറൊരു അവാർഡ് ലഭിച്ച കാര്യം പറയും. അപ്പോൾ അതും കൂടി ഒന്ന് കുറിച്ചു വെക്കുക കേട്ടോ. അപ്പോൾ 2023 ജീവിതം ഒരു പെണ്ടുലം എന്നുള്ളത് ആരുടെ വർക്കാണ്? ശ്രീകുമാരൻ തമ്പിക്ക്. അപ്പോൾ 2024 ഇനി വരാൻ പോകുന്ന എക്സാമുകൾക്ക് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. 2024 കാട്ടൂർ കടവ് എന്ന നോവലിന് അശോകൻ ചെരുവിൽ. കാട്ടൂർ കടവ് അതാണ് പേര്. ആർക്കാണ് കിട്ടുന്നത്? അശോകൻ ചെരുവിൽ നിന്നാണ് കിട്ടുന്നത്.
ഇപ്പോൾ വയലാർ അവാർഡിലും ഞാൻ ഇമ്പോർട്ടൻ്റ് ആയി ആദ്യമേ കിട്ടിയത് ആർക്കെന്നും അത് കഴിഞ്ഞിട്ട് 2023 ശ്രീകുമാരൻ തമ്പിക്കും 2024 ആർക്ക് അശോകൻ ചരുവിലിനും കിട്ടി എന്നുള്ള കാര്യം പറഞ്ഞു. അടുത്തത് ജ്ഞാനപ്പാന പുരസ്കാരമാണ്. ജ്ഞാനപ്പാന പുരസ്കാരം ആരാണ് നൽകി വരുന്നത് നോക്കാം. ഗുരുവായൂർ ദേവസ്വമാണ് നൽകി വരുന്നത്. 2023 മധുസൂദനൻ നായർക്കാണ് ലഭിക്കുന്നത്. ഇത് PYQ ആണ്, ഞാൻ കണ്ടിട്ടുണ്ട് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ. ആർക്കാണ് കിട്ടുന്നത് 2023 മധുസൂദനൻ നായർക്കും 2024 രാധാകൃഷ്ണൻ കാക്കശ്ശേരിക്കുമാണ് ലഭിക്കുന്നത്. നോക്കിയേ, നിങ്ങൾക്ക് ഇത് എലിമിനേറ്റ് ചെയ്ത് കണ്ടുപിടിക്കാം. കാരണം ജ്ഞാനപ്പാന ഒരു കൃഷ്ണമയ ഇല്ലേ രണ്ടുപേരുടെയും പേരിൽ, മധുസൂദനൻ നായർക്കും, അടുത്തത് 2024 ഈസി ആയിട്ട് പറ്റും രാധാകൃഷ്ണൻ കാക്കശ്ശേരി. അപ്പം മധുസൂദനൻ നായർക്കും രാധാകൃഷ്ണൻ കാക്കശ്ശേരിക്കുമാണ് 2023-24 വർഷങ്ങളിൽ ലഭിക്കുന്നത്. ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ സരസ്വതി സമ്മാനം എഴുതിയിട്ടുണ്ട്. സരസ്വതി സമ്മാൻ ഒരു ഇന്ത്യ ലെവൽ, ഓൾ ഇന്ത്യ ലെവലിൽ കൊടുക്കുന്നതാണെങ്കിൽ പോലും നമ്മൾ അറിഞ്ഞിരിക്കണം 2023 പ്രഭാവർമ്മയ്ക്കാണ് ലഭിക്കുന്നത്. രൗദ്ര സാത്വികം എന്ന നോവലിനാണ് ലഭിക്കുന്നത്. രൗദ്ര സാത്വികം എന്ന നോവലിന് സരസ്വതി സമ്മാൻ 2023 ആർക്ക് ലഭിച്ചു എന്ന പ്രഭാവർമ്മയ്ക്ക്. പേര് തന്നെ ഓർത്തു വെച്ചോളൂ, രൗദ്ര സാത്വികം. അപ്പം ജ്ഞാനപ്പാനയും പറഞ്ഞു, സരസ്വതി സമ്മാനവും പറഞ്ഞു. അടുത്തത് ONV സാഹിത്യ പുരസ്കാരമാണ്. എന്ത്? ONV സാഹിത്യ പുരസ്കാരം. ONV സാഹിത്യ പുരസ്കാരം 2017 തൊട്ടാണ് കൊടുത്തു തുടങ്ങുന്നത്. ഏതാണ് വർഷം? 2017. അത് ആർക്കാണ് ലഭിക്കുന്നത്? സുഗതകുമാരി അമ്മയ്ക്കാണ് ലഭിക്കുന്നത് കേട്ടോ. 2017 സുഗതകുമാരി അമ്മയ്ക്കാണ് ലഭിക്കുന്നത്. 2023 24 ആർക്കൊക്കെ ലഭിച്ചു നോക്കാം. 2023 C രാധാകൃഷ്ണനാണ് ലഭിക്കുന്നത്. രാധാകൃഷ്ണൻ, കുറേ കൃഷ്ണന്മാരുടെ പേര് കേൾക്കുന്നുണ്ടല്ലേ. അപ്പോൾ 2023 C രാധാകൃഷ്ണനും 2024 പ്രതിഭ റായ്ക്കുമാണ് കിട്ടുന്നത്. 2023 രാധാകൃഷ്ണനും 24 പ്രതിഭ റായ്ക്കുമാണ് കിട്ടുന്നത്. പഠിച്ചു വെച്ചോളൂ, ഇതൊക്കെ എല്ലാം PYQ ആണ്. അടുത്തത് ഹരിവരാസനം അവാർഡാണ്. കണ്ടിരുന്നു ക്വസ്റ്റ്യൻ പേപ്പറിൽ. 2024 PK വീരമണിദാസനാണ് കിട്ടുന്നത്. 2024 BK വീരമണിദാസൻ. അദ്ദേഹത്തിൻ്റെ പാട്ടുകൾ കേട്ടിട്ടുണ്ടോ നിങ്ങൾ? കേട്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറയണം കേട്ടോ. അത് കഴിഞ്ഞ് 2023 ശ്രീകുമാരൻ തമ്പി. ഞാൻ പറഞ്ഞു വയലാർ അവാർഡ് ലഭിച്ച സമയത്ത് പറഞ്ഞിരുന്നു 2023 അദ്ദേഹത്തിന് വേറൊരു അവാർഡും കിട്ടുന്നുണ്ടെന്ന്. അതെന്താണ്? ശ്രീകുമാരൻ തമ്പിക്ക് തന്നെയാണ് ഹരിവരാസനം അവാർഡും വയലാർ അവാർഡും ലഭിച്ചത്. കുറിച്ചു വെച്ചോളൂ. 2 അവാർഡുകൾ അദ്ദേഹത്തിന് കിട്ടിയത്. എന്താണ്? ഒന്ന് ഹരിവരാസനം അവാർഡ്, പിന്നെ ജീവിതം ഒരു പെൻഡുലം എന്നുള്ളതിന് വയലാർ അവാർഡും ലഭിക്കുന്നുണ്ട്. പഠിച്ചു തന്നെ പോയിക്കോളൂ. അടുത്തത് കേരള സാഹിത്യ അക്കാദമി അവാർഡാണ് 2023. ആർക്കാണ് ലഭിക്കുന്നത്? ആദ്യമേ എനിക്ക് പറയാനുള്ളത് കൽപ്പറ്റ നാരായണനെ കുറിച്ചാണ്. കൽപ്പറ്റ നാരായണന്റെ തിരഞ്ഞെടുത്ത കവിതകൾക്കാണ് കിട്ടുന്നത്. കവിതാ വിഭാഗത്തിൽ ആർക്ക് ലഭിക്കുന്നു? കൽപ്പറ്റ നാരായണന്. ഇനി അടുത്ത നോവലാണ്. നോവൽ വരുമ്പോൾ ആർക്കാണ് കിട്ടുന്നത്? ഹരിതാ സാവിത്രിക്കാണ് കിട്ടുന്നത്. സിൻ എന്നുള്ള പുസ്തകത്തിനാണ് കേട്ടോ കിട്ടുന്നത്. ഹരിതാ സാവിത്രിക്ക് 2022 ഈ കേരള സാഹിത്യ അക്കാദമി അവാർഡ് തന്നെ ബെസ്റ്റ് ട്രാവലോഗിനും കിട്ടിയിരുന്നു. അതൊന്ന് ഓർത്തു വെക്കുക. എന്തായാലും സിൻ എന്നുള്ള പുസ്തകം ആരുടെയാണെന്ന് ചോദിച്ചാൽ അത് ഹരിതാ സാവിത്രിയുടെയാണ്. ഇനി അടുത്ത ചെറുകഥയും കൂടി നമ്മളൊന്ന് അറിഞ്ഞിരിക്കുക. N രാജൻ്റെ ഉദയ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബാണ്. ഉദയ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ് ആരുടെയാണ്? N രാജൻ. അപ്പം നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറേ പഠിച്ചു അല്ലേ? നിങ്ങൾ എഴുതി പോകുന്നുണ്ട്, അല്ലെങ്കിൽ എൻ്റെ കൂടെ പഠിച്ചു പോകുന്നുണ്ടെന്ന് തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ സിൻ ആരുടെയാണ്? ഹരിതാ സാവിത്രി. പിന്നെ കവിതാ വിഭാഗത്തിൽ തിരഞ്ഞെടുത്ത കവിതകൾ ആരുടെയാണ്? കൽപ്പറ്റ നാരായണൻ്റെയാണ്. പിന്നെ ഉദയ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ് ആരുടെയാണ്? N രാജൻ. നമുക്ക് അടുത്തത് നോക്കാം കേട്ടോ. അടുത്തത് ജ്ഞാനപീഠ പുരസ്കാരമാണ്. അപ്പോൾ നമ്മുടെ സിലബസിൽ കൃത്യമായി എഴുതിയിട്ടുണ്ട് എന്ത്? ജ്ഞാനപീഠം. നമ്മുടെ മലയാളികളിൽ ആർക്കൊക്കെയാണ് ജ്ഞാനപീഠം കിട്ടിയതെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. പക്ഷേ കറണ്ട് അഫെയർസിൽ ചോദിക്കാം, ഇനി വരുന്ന എക്സാമുകളിലും പ്രതീക്ഷിക്കാം. അപ്പോൾ 58ാമത് ജ്ഞാനപീഠ പുരസ്കാരം ആർക്കൊക്കെയാണ് ലഭിച്ചിട്ടുള്ളത്? ജഗദ്ഗുരു രാമഭദ്രാചാര്യയ്ക്കും ഗുൽസറിനും. ഇവർക്ക് 2 പേർക്കുമാണ് 58ാമത് ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചത്. 2 പേർക്ക് ലഭിച്ചു. ഇപ്പോൾ ഒരു ട്രെൻഡ് കണ്ടു, എത്ര പേർക്ക് കിട്ടി എന്നൊക്കെ ഒന്ന് ചോദിക്കുന്നതായിട്ട്
കണ്ടുവരുന്നുണ്ട്. അപ്പോൾ എത്ര പേർക്ക് ലഭിക്കുന്നു? 2 പേർക്ക് ജഗദ്ഗുരു രാമഭദ്രാചാര്യയ്ക്കും ഗുൽസറിനുമാണ് ലഭിക്കുന്നതെന്ന് പഠിച്ചു വെക്കുക. അടുത്തത് ഇനി നമുക്ക് കേരള അവാർഡുകളിലേക്ക് കടക്കാം. അപ്പോൾ ഇതിനു മുൻപേ ഞാൻ പറഞ്ഞതെല്ലാം ലിറ്ററേച്ചറുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ്. ജ്ഞാനപീഠവും വയലാർ അവാർഡും ഓടക്കുഴൽ അവാർഡും ഇനി എഴുത്തച്ഛൻ പുരസ്കാരവും, അങ്ങനെ നമുക്ക് വേണ്ടതായിട്ടുള്ള PYQ നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന ഭാഗങ്ങൾ ഞാൻ ഡിസ്കസ് ചെയ്തു. ഇനി നമുക്ക് കേരളത്തിൻ്റെ കേരളം കൊടുക്കുന്ന അവാർഡുകളാണ് കേരള അവാർഡുകൾ. അപ്പോൾ കേരളം കൊടുക്കുന്ന ബെസ്റ്റ് ആയിട്ടുള്ള ആൾക്കാർക്ക് തിരഞ്ഞെടുത്ത് എല്ലാ വർഷവും കൊടുക്കുന്നുണ്ട്. 2021 തൊട്ടാണ് കൊടുത്തു വരുന്നത്. അപ്പോൾ അതും കൂടി ഒന്ന് കണ്ടുപോകാം. കേരള അവാർഡ്സ് 2023. കേരള അവാർഡുകൾ 2023 നമുക്ക് കേരള ജ്യോതി പ്രഭ പിന്നെ കേരള ശ്രീ ഇങ്ങനെ 3 ആയിട്ടാണ് കൊടുക്കുന്നത്. നമ്മൾ അറിഞ്ഞു തന്നെ പോണം. 2023ഉം 24ഉം ഞാൻ പറയും. പിന്നെ 2023 24 ഇപ്പം ചോദിക്കുമെന്ന് ചോദിച്ചാൽ ഇനിയുള്ള എക്സാമുകൾ നിങ്ങൾക്ക് OAയുടെ മെയിൻസ് ഒക്കെ വരില്ലേ, ആ സമയത്തൊക്കെ ചോദിക്കാൻ ഒത്തിരി ചാൻസ് ഉള്ളതാണ് കേട്ടോ. ഇനിയിപ്പം നിങ്ങൾക്ക് വേരിയസ് ആയിട്ടുള്ള യൂണിഫോം പോസ്റ്റുകൾ വരുന്നില്ലേ, ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ്. അപ്പോൾ കേരള അവാർഡ് 2023 നോക്കാം. കേരള ജ്യോതി ഇതാണ് ഏറ്റവും ഹയസ്റ്റ് ആയിട്ട് നമ്മൾ പറയപ്പെടുന്നത്. കേരള ജ്യോതി 2023 ആർക്ക് ലഭിച്ചു? ടി പത്മനാഭനാണ് ലഭിക്കുന്നത്. ആർക്കാണ് ലഭിക്കുന്നത്? ടി പത്മനാഭനാണ് ലഭിക്കുന്നത്. കേരള പ്രഭ എന്ന് പറയുന്നത് ജസ്റ്റിസ് എം ഫാത്തിമ ബീവിക്കും നടരാജ കൃഷ്ണമൂർത്തിക്കുമാണ് ലഭിക്കുന്നത്. ആർക്കൊക്കെയാണ്? ജസ്റ്റിസ് എം ഫാത്തിമ ബീവിക്കും നടരാജ കൃഷ്ണമൂർത്തിക്കുമാണ് ലഭിക്കുന്നത്. ജസ്റ്റിസ് എം ഫാത്തിമ ബീവി എന്ന് പറയുന്നത് ആരാണ്? നമുക്ക് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സുപ്രീം കോടതിയിലെ ആദ്യ വനിതാ ജഡ്ജാണ് കേട്ടോ. അപ്പോൾ അവർ നവംബർ 23 ആകുമ്പോഴാണ് മരണപ്പെടുന്നത്. നവംബർ 1 സാധാരണ കേരള അവാർഡുകൾ പ്രഖ്യാപിക്കുന്നത്. 2021 തൊട്ടാണ് കൊടുത്തു തുടങ്ങിയത്. അപ്പം ആദ്യമായിട്ട് കേരള ജ്യോതി ആർക്ക് ലഭിച്ചു എന്നൊരു ചോദ്യം വന്നാൽ അത് MT വാസുദേവൻ നായർക്കാണ് കേട്ടോ. അപ്പോൾ അതും കൂടി ഒന്ന് ഓർത്തു വെക്കുക. കേരള ജ്യോതി പറഞ്ഞു, കേരള പ്രഭ പറഞ്ഞു. അടുത്ത കേരള ശ്രീ എന്നുള്ളത് പുനലൂർ സോമരാജനാണ് സാമൂഹിക സേവനം എന്നുള്ളതിൽ കൊടുക്കുന്നത്. VP ഗംഗാധരൻ ആരോഗ്യം, ഗംഗാധരൻ ഡോക്ടർ, ക്യാൻസർ പേഷ്യൻസിൻ്റെ ആ ഒരു ഗംഗാധരൻ ഡോക്ടറിനെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും അല്ലേ. അപ്പോൾ VP ഗംഗാധരൻ എന്നുള്ളതാണ് ആരോഗ്യം. രവി DC എന്നുള്ളതാണ് വ്യവസായവും വാണിജ്യവും. KM ചന്ദ്രശേഖറാണ് സിവിൽ സർവീസ്. പിന്നെ പണ്ഡിറ്റ് രമേശ് നാരായണൻ കലാസംഗീതം. പണ്ഡിറ്റ് രമേശ് നാരായണൻ ഏത് വിഭാഗം കലയുമായി ബന്ധപ്പെട്ട് 2023 കേരളശ്രീ ലഭിച്ച വ്യക്തി ആര് എന്നൊരു ചോദ്യം വന്നാൽ അത് പണ്ഡിറ്റ് രമേശ് നാരായണനാണ്. അപ്പോൾ 2023 നമ്മൾ പറഞ്ഞു കേരള ജ്യോതി ആരാണ്? ഒന്നുകൂടെ പറഞ്ഞു പോയിക്കോളൂ, ടി പത്മനാഭൻ എഴുത്തുകാരനാണ്. കേരളപ്രഭ ജസ്റ്റിസ് എം ഫാത്തിമ ബീവി പിന്നെ നടരാജ കൃഷ്ണമൂർത്തി. കേരള ശ്രീ കിട്ടുന്നത് പുനലൂർ സോമരാജൻ, VP ഗംഗാധരൻ, രവി DC, KM ചന്ദ്രശേഖർ, പണ്ഡിറ്റ് രമേശ് നാരായണൻ. ഇനി 2024 ആർക്ക് ലഭിച്ചു നോക്കാം. നോക്കിയേ, കേരള ജ്യോതി ആർക്കാണ് ലഭിച്ചത്? MK സാനുവിനാണ്. അപ്പോൾ രണ്ടിടത്തും എഴുത്തുകാർക്കാണ് ലഭിച്ചത് എന്നുള്ളത് ആലോചിക്കുക. MK സാനുവിനാണ്, എഴുത്തുകാരൻ ആണ് അദ്ദേഹം കേട്ടോ. MK സാനു എന്താണ്? എഴുത്ത്, ലിറ്ററേച്ചറിലാണ് അദ്ദേഹത്തിൻ്റെ കോൺട്രിബ്യൂഷൻ. കേരളപ്രഭ കിട്ടുന്നത് S സോമനാഥിനും P ഭുവനേശ്വരിക്കുമാണ്. S സോമനാഥൻ ആരാണ്? ആരാണ്? ISRO ചെയർമാൻ ആണ് കേട്ടോ. SRO ചെയർമാൻ S സോമനാഥനാണ്. സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് എന്നുള്ള കാറ്റഗറിയിലും പിന്നെ കൃഷി എന്നുള്ളതിന് P ഭുവനേശ്വരിക്കുമാണ്. പഠിച്ചു വെച്ചോ. അത് കഴിഞ്ഞിട്ട് കേരളശ്രീ ആർക്കൊക്കെ കിട്ടി? കലാമണ്ഡലം വിമല മേനോൻ കല. അപ്പം ഇങ്ങനെ ഞാൻ മുൻപേ ചോദിച്ചതുപോലെ തന്നെ രമേശ് പണ്ഡിറ്റിൻ്റെ കാര്യം പറഞ്ഞതുപോലെ തന്നെ 2024 ആർക്കാണ് കേരളശ്രീ, കലയുമായി ബന്ധപ്പെട്ട് കേരളശ്രീ ലഭിച്ചത് എന്നൊരു ചോദ്യം വന്നാൽ ഉത്തരം എന്താണ്? കലാമണ്ഡലം വിമല മേനോൻ. മോഹിനിയാട്ടമാണ് അവരുടെ മെയിൻ ഐറ്റം കേട്ടോ, മോഹിനിയാട്ടം. പിന്നെ ആരോഗ്യത്തിന് ആർക്കാണ് കിട്ടുന്നത്? TK ജയകുമാർ. പിന്നെ കാലിഗ്രാഫി എന്നുള്ളതിന് നാരായണ ഭട്ടതിരി. പിന്നെ കായികം ചോദിക്കാൻ കൂടുതൽ ചാൻസ് ഉണ്ട്. സഞ്ജു വിശ്വനാഥ് സാംസൺ. സഞ്ജു സാംസൺ കായികം ഓർത്ത് വെച്ചേക്കൂ കേട്ടോ. സഞ്ജു സാംസൺ കേരളശ്രീ കിട്ടിയിരുന്നോ, കായികവുമായി ബന്ധപ്പെട്ട് കിട്ടിയിരുന്നോ എന്നൊരു ചോദ്യം വന്നാൽ കിട്ടി എന്നുള്ളതാണ്. പിന്നെ ഷൈജ ബേബി സാമൂഹിക സേവനം, VK മാത്യൂസ് വ്യവസായവും വാണിജ്യവും. അപ്പോൾ ഇത്രയാണ് കേരളശ്രീ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ. ഇനി ഞാൻ സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരങ്ങളിലേക്ക്
കിടക്കാണ്. സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരങ്ങൾ പറയുന്നതിന് മുൻപേ ഞാനൊരു ചോദ്യം നിങ്ങളോട് ചോദിക്കാം. കമന്റ് ബോക്സിൽ ഇതിനുള്ള ഉത്തരം എന്തായാലും തരണം. JC ഡാനിയൽ പുരസ്കാരം എപ്പോഴും ചോദിച്ചു കാണുന്നതാണ്. JC ഡാനിയൽ പുരസ്കാരം 2022 പ്രഖ്യാപിച്ച് 2023 കൊടുക്കുന്നത്. അത് ആർക്കാ കൊടുത്തിരുന്നത് എന്നുള്ളതൊന്ന് കമന്റ് ബോക്സിൽ കൊടുക്കുക കേട്ടോ. JC ഡാനിയൽ പുരസ്കാരം മറക്കല്ലേ. JC ഡാനിയൽ പുരസ്കാരം ഇത് എന്തായാലും കമന്റ് ചെയ്യുക തന്നെ വേണം. JC ഡാനിയൽ പുരസ്കാരം. ഇനി ഞാൻ സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം പറയട്ടെ. 54ാമത് സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരമാണ് ഇപ്പോൾ കൊടുത്തത്. അപ്പോൾ 53ാമത് LGS എക്സാമിൽ കണ്ടു, 54ാമത് ചോദിക്കാനുള്ള ചാൻസുകൾ ഇനി കൂടുതലാണ്. 54ാമത് ആരായിരുന്നു ചെയർമാൻ എന്ന് ചോദിച്ചാൽ അത് സുധീർ മിശ്രയാണ്. ഇനി നമുക്ക് ഓരോന്നോരോന്നായി പറഞ്ഞു പോകാം. മികച്ച നടൻ എന്നുള്ളത് പൃഥ്വിരാജ് സുകുമാരൻ കൊണ്ടുപോയി. 53-ൽ മമ്മൂട്ടിയായിരുന്നു. ഇപ്രാവശ്യം പൃഥ്വിരാജ് സുകുമാരന് ആടുജീവിതത്തിലെ പെർഫോമൻസിനാണ് കിട്ടുന്നത്. അപ്പോൾ ആടുജീവിതത്തിനെ കുറിച്ച് പറയട്ടെ. ആടുജീവിതത്തിന് 9ഓളം പുരസ്കാരങ്ങൾ ലഭിച്ചു. അതും കൂടി ഒന്ന് ഓർത്തു വെക്കുക. പിന്നെ ഞാൻ ഇനി അങ്ങോട്ട് പോകുമ്പോൾ മികച്ച ഡയറക്ടർ എന്നുള്ളത് പറയുമ്പോൾ ബ്ലെസ്സിയെ കുറിച്ചായിരിക്കും പറയാ. ബ്ലെസ്സിക്കും പൃഥ്വിരാജ് സുകുമാരനും രണ്ടുപേർക്കും ഇത് 3ാമത്തെ സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരമാണ് എന്നുള്ളതും കൂടി ഒന്ന് ഓർത്തു വെക്കുക. ഇങ്ങനെ കണക്കുകൾ ചോദിച്ചാൽ വിട്ടുപോകരുത്. 3ാമത്തേതാണ്. ഇനി മികച്ച നടിയിലേക്ക് കിടക്കാം. ഉർവശിക്കും ബീന ആർ ചന്ദ്രനും. ഇവർക്ക് രണ്ടുപേരും നമ്മൾ സിനിമകളിൽ കാണുന്ന ഉർവശി എന്ന് പറയുമ്പോൾ പിന്നെ നമുക്ക് പറയേണ്ട ആവശ്യമില്ലല്ലോ. അപ്പം ബീന ആർ ചന്ദ്രനാണിത്. ബീന ആർ ചന്ദ്രനും ഉർവശിക്കുമാണ് കിട്ടുന്നത്. ഉള്ളൊഴുക്കും തടവ് ഇങ്ങനെ 2 ഫിലിമിനാണ് അവർക്ക് രണ്ടുപേർക്കും മികച്ച നടി എന്നുള്ളത് വരുന്നത്. മികച്ച സംവിധായകൻ ആരാണ്? ബ്ലെസ്സി. ഞാൻ പറഞ്ഞത് 3ാമത്തെ ചലച്ചിത്ര പുരസ്കാരമാണ്. മികച്ച ചിത്രം പക്ഷെ ആടുജീവിതമല്ല. മികച്ച ചിത്രം എന്താണ്? കാതൽ എന്നുള്ള ഫിലിമാണ്. കാതൽ എന്നുള്ള ഫിലിമാണ്. മികച്ച ജനപ്രിയ ചിത്രം ആടുജീവിതമാണ്. ജനപ്രിയ ചിത്രമാണ് ആടുജീവിതം. ജനപ്രിയ ചിത്രം ആടുജീവിതം. മികച്ച സ്വഭാവ നടൻ വിജയരാഘവനും സ്വഭാവ നടി ഗ്രീഷ്മ ചന്ദ്രനുമാണ്. സ്വഭാവ നടൻ ആരാണ്? വിജയരാഘവനും സ്വഭാവ നടി ഗ്രീഷ്മ ചന്ദ്രനുമാണ്. നവാഗത സംവിധായകൻ ആരാണ്? ഫാസിൽ റസാഖ്. അദ്ദേഹത്തിന്റെ തടവ് എന്നുള്ള ഫിലിമിനാണ് അദ്ദേഹത്തിന് കിട്ടുന്നത്. ഫാസിൽ റസാഖ്, തടവ്. മികച്ച ബാലതാരം ആരാണ്? ഫീമെയിൽ ആയിട്ട് എടുത്തിരിക്കുന്നത് തെന്നൽ അഭിലാഷാണ്. ശേഷം മൈക്കിൾ ഫാത്തിമ എന്നുള്ള സിനിമയ്ക്ക് വേണ്ടിയാണെന്നും. മികച്ച ബാലതാരം മെയില് ആരാണ് എടുത്തിരിക്കുന്നത്? ആവിർത്ത് മെനോൻ ആണ്. ആവിർത്ത് മെനോൻ പാച്ചവും അത്ഭുത വിളക്കും എന്നുള്ള കാറ്റഗറിക്കാണ് കിട്ടുന്നത്. അപ്പോൾ സിനിമയിൽ ഞാൻ JC ഡാനിയൽ പുരസ്കാരം നിങ്ങൾ എന്തായാലും നോക്കി വെക്കണം. അത് കമൻറ്റ് ബോക്സിൽ എനിക്ക് കാണുകയും വേണം. ഇത് കൂടാതെ സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരങ്ങളിൽ നമ്മൾ അറിയേണ്ടതായ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു. അടുത്തത് 70ാമത് ദേശീയ ചലച്ചിത്ര അവാർഡുകളിലേക്ക് കിടക്കാം. ദേശീയ ചലച്ചിത്ര അവാർഡുകൾ നമ്മൾ എന്തായാലും പഠിച്ചിരിക്കേണ്ടതാണ്. കാരണം നമുക്ക് സിനിമ എന്ന കാറ്റഗറിയിൽ ഇപ്പം ഞാൻ പറഞ്ഞതുപോലെ കറണ്ട് അഫയേഴ്സിൽ സംസ്ഥാനവും അറിയണം, നാഷണൽ ലെവലിലുള്ള കാര്യങ്ങളും അറിഞ്ഞിരിക്കണം. ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങളിൽ നിന്ന് ഇപ്രാവശ്യം ചോദ്യം ചോദിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. അതെന്തെന്നുള്ളത് പറഞ്ഞു തരാം. ആദ്യമേ തന്നെ പറയട്ടെ, ദേശീയ ചലച്ചിത്ര അവാർഡുകൾ അഥവാ നാഷണൽ അവാർഡുകൾ ആദ്യമേ സ്റ്റേറ്റ് അവാർഡുകൾ എന്നാണ് പറയപ്പെട്ടിരുന്നത്. എന്താണ്? സ്റ്റേറ്റ് അവാർഡുകൾ. പിന്നെ ആദ്യമേയൊക്കെ സിനിമകൾക്ക് മാത്രമാണ് ദേശീയ ചലച്ചിത്ര അവാർഡുകൾ കൊടുത്തുകൊണ്ടിരുന്നത്. അങ്ങനെ 1967 ഒക്കെ വന്ന സമയത്ത് എന്ത് ചെയ്തു? ടെക്നീഷ്യന്മാർക്കും നടീനടന്മാരെയും കൂടി കൺസിഡർ ചെയ്ത് അവർക്കും കൂടി കൊടുത്തു തുടങ്ങി. അപ്പോൾ 1954 ഇത് തുടങ്ങിയതെന്നും കൂടി ഓർത്തു നോക്കൂ. കുറച്ച് കണക്കുകൾ ഞാൻ പറഞ്ഞു. ഇത് 70ാമത്തെ ദേശീയ ചലച്ചിത്ര അവാർഡുകളാണ്. 1954 ഇത് തുടങ്ങുന്നത്. എങ്കിൽ പോലും 1967 വരുമ്പോഴാണ് ഈ നടീനടന്മാർക്കൊക്കെ അവാർഡുകൾ കൊടുത്തു തുടങ്ങിയത്. ഇനി നിങ്ങൾ അറിയേണ്ട ഒരു കാര്യം എന്തെന്നാൽ ഇങ്ങനെ പല കാറ്റഗറിയിൽ കൊടുക്കുന്നുണ്ടല്ലോ. അപ്പോൾ 4 കാറ്റഗറി ആയിട്ടാണ് ദേശീയ ചലച്ചിത്ര അവാർഡുകൾ കൊടുക്കുന്നത്. ഒന്ന് ഫീച്ചർ ഫിലിമുകളാണ്. ഫീച്ചർ ഫിലിമുകൾ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മളെ എൻ്റർടൈൻ ചെയ്യാൻ പറ്റുന്ന, നമ്മളെ സന്തോഷിപ്പിക്കാനൊക്കെ പറ്റുന്ന തരത്തിലുള്ള ഫിലിമുകൾ. നോൺ ഫീച്ചർ ഫിലിമുകൾ കൊടുക്കും. നോൺ ഫീച്ചർ ഫിലിമുകളാണ് ഈ ഡോക്യുമെൻ്ററി, നമ്മൾ ഈ അവാർഡ് മൂവി എന്നൊക്കെ പറയില്ലേ, അതേപോലത്തെ സംഭവങ്ങൾ. പിന്നെ സിനിമയെക്കുറിച്ചുള്ള എഴുത്തുകൾക്ക് കൊടുക്കും. അതാണ് 3ാമത്തത്. 4ാമത്തത് ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡുകളാണ്. എന്ന് വെച്ചാൽ ഒരു ലൈഫ് ടൈം ആയിട്ട് സിനിമയ്ക്ക് വേണ്ടി കോൺട്രിബ്യൂട്ട് ചെയ്ത ആക്ടേഴ്സിന് കൊടുക്കുന്നതാണ് എന്ത്? ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ്. അപ്പോൾ ക്ലിയർ ആയല്ലോ? ആദ്യമേ ഫീച്ചർ ഫിലിമുകൾ, 2ാമത് കാറ്റഗറി നോൺ ഫീച്ചർ ഫിലിമുകൾ, 3ാമതെന്ന് പറയുന്നത് എഴുത്തുകൾ, സിനിമയെക്കുറിച്ചുള്ള എഴുത്തുകൾ, 4 ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ്. അപ്പം ഞാൻ പറഞ്ഞ കാര്യങ്ങളിലേക്ക് ഒന്നും കൂടി നമുക്ക് ഇനി അവാർഡ് കാറ്റഗറി വരുമ്പോൾ പറയാം.
അപ്പോൾ 70ാമത് നാഷണൽ ഫിലിം അവാർഡിൽ ആദ്യമേ തന്നെ ബേസിക് ആയിട്ട് നമ്മൾ അറിയേണ്ടത് 1954 ശ്യാംജി ആയ് എന്നുള്ള മറാത്തി ഫിലിമിനാണ് എന്ത് ദേശീയ ചലച്ചിത്ര അവാർഡ് ആദ്യമായി ലഭിക്കുന്നത്. ഇനി നമുക്ക് നമ്മുടെ കാര്യത്തിലേക്ക് വരാം. എന്തുകൊണ്ട് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻ വരുന്നു എന്ന് പറഞ്ഞാൽ, ഞാൻ പറഞ്ഞു ആദ്യത്തെ കാറ്റഗറി എന്താണ്? ഫീച്ചർ ഫിലിമുകളാണ്. മികച്ച ഫീച്ചർ ഫിലിമായിട്ട് മലയാളം മൂവിയായ ആട്ടമാണ് എടുത്തിരിക്കുന്നത്. ആനന്ദ് ഈക്രശി ഡിറക്റ്റ് ചെയ്തിട്ടുള്ള ആട്ടം എന്നുള്ള മൂവിയാണ് മികച്ച ഫീച്ചർ ഫിലിമായി എടുത്തിട്ടുള്ളത്. അതുമാത്രമല്ല, ആട്ടം എന്നുള്ള മൂവിക്ക് എന്താണ് മികച്ച തിരക്കഥയ്ക്കുള്ള ദേശീയ ചലച്ചിത്ര അവാർഡ് കൂടി കിട്ടുന്നുണ്ട്. മികച്ച തിരക്കഥ ആനന്ദ് ഈക്രശി എന്നാണ് ഞാൻ എഴുതിയിരിക്കുന്നത്, അദ്ദേഹം ഡിറക്റ്റ് ചെയ്ത മൂവിയാണ്. പിന്നെ മികച്ച എഡിറ്റിങ്ങിനുള്ള അവാർഡും കിട്ടുന്നുണ്ട്. അത് മഹേഷ് ഭുവാനന്ദിനാണ് കിട്ടുന്നത്, മഹേഷ് ഭുവാനന്ദ്. അപ്പം ആട്ടത്തിന് തന്നെ 3 ഫിലിം അവാർഡുകൾ, മികച്ച ഫീച്ചർ ഫിലിം, പിന്നെ മികച്ച തിരക്കഥ, മികച്ച എഡിറ്റിംഗ്, ഇങ്ങനെ 3 അവാർഡുകൾ കിട്ടുന്നുണ്ട്. അപ്പം ആട്ടം, ആനന്ദ് ഈക്രശി, പിന്നെ എഡിറ്റിങ്ങിന്റെ കാര്യം പറയുമ്പോൾ മഹേഷ് ഭുവാനന്ദ്. ഇതാണ് ആ മൂവി. കണ്ടിട്ടുള്ളവർ എന്തായാലും ഓർത്തു വെക്കുക. ഇനി കേരളത്തിന് എന്താണ് അഭിമാനമായി ലഭിച്ചതെന്ന് നോക്കാം. മാളികപ്പുറം എന്ന ചിത്രത്തിലെ അഭിനയത്തിന് വേണ്ടി ശ്രീപദ്, ഈ കുട്ടിയില്ലേ, മാളികപ്പുറം എന്ന ആ ഒരു ഫിലിമിന് വേണ്ടി ശ്രീപത്താണ് മികച്ച ബാലതാരത്തിനുള്ള അവാർഡ് ദേശീയ ലെവലിൽ വാങ്ങുന്നത്. അപ്പോൾ അത് നമുക്ക് വളരെയധികം അഭിമാനമായ കാര്യമാണ്. അത് നാഷണൽ അവാർഡാണ് ഇത്രയും കുഞ്ഞു പ്രായത്തിൽ കിട്ടുന്നത് എന്നുള്ളത് ഓർത്തു വെക്കുക. ശ്രീപത്താണ്. ഇനി ഓരോ ലാംഗ്വേജുകളിലും അവാർഡ് ലഭിക്കും. ഇപ്പം മലയാളത്തിലെ മികച്ച ഫിലിം, അല്ലെങ്കിൽ മറാത്തി, ഏത് ലാംഗ്വേജ് എടുത്താലും മികച്ച ഫിലിമുകൾക്ക് കിട്ടും. അങ്ങനെ നമുക്ക് ഈ പ്രാവശ്യം സൗദി വെള്ളയ്ക്ക CC 225/2009 എന്നുള്ള അല്ലെങ്കിൽ 225/2009 എന്നുള്ള ഫിലിമിനാണ് മികച്ച മലയാള ചിത്രമായി എടുക്കുന്നത് എന്നുള്ളത് ഒന്ന് ഓർത്തു വെക്കുക. അപ്പോൾ സൗദി വെള്ളയ്ക്ക CC 2025/2009 ഇതാണ് കേട്ടോ. ആ ഒരു ക്രൂ എന്ന് പറയുന്നത് ഈ ഫിലിമിനാണ് മികച്ച മലയാള ചിത്രമായി എടുക്കുന്നത്. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ എന്തൊക്കെയായിരുന്നു? 1954 കൊടുത്തു തുടങ്ങുന്നത് ശ്യാംജി ആയ് എന്നുള്ള മറാത്തി ഫിലിമിനാണ്. പിന്നെ നമ്മൾ 70ാമത് ഫിലിമിലേക്ക് വന്നപ്പോൾ ഫീച്ചർ ഫിലിമായി ആട്ടം എടുത്തു. പിന്നെ ആട്ടത്തിൻ്റെ ആ ഒരു തിരക്കഥയ്ക്ക് ആനന്ദ് ഈക്രശിക്ക് എന്ത് കിട്ടുന്നു? മികച്ച തിരക്കഥയ്ക്കുള്ള ദേശീയ ചലച്ചിത്ര അവാർഡ് ലഭിക്കുന്നു. എഡിറ്റിംഗ് ആരാണ്? മഹേഷ് ഭുവാനന്ദ്. പിന്നെ മാളികപ്പുറം എന്നുള്ള ഫിലിമിന് വേണ്ടി ആർക്ക് കിട്ടുന്നു? ശ്രീപത്തിന് കിട്ടുന്നു. പിന്നെ സൗദി വെള്ളയ്ക്ക എന്നുള്ള ആ ഒരു ഫിലിമിനാണ് മികച്ച മലയാള ചിത്രമായി തിരഞ്ഞെടുത്തത്. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അടുത്തത് നോക്കാം. അപ്പം ഞാൻ എന്താ ആദ്യമേ പറഞ്ഞത്? ഫീച്ചർ ഫിലിമും ഉണ്ട്, നോൺ ഫീച്ചർ ഫിലിമും ഉണ്ട്. നോൺ ഫീച്ചർ ഫിലിമായി തിരഞ്ഞെടുക്കപ്പെട്ടത് സിദ്ധാർത്ഥ് സരിൻ സംവിധാനം ചെയ്ത അയേന അഥവാ മിറർ എന്നുള്ള ആ ഒരു ഫിലിമാണ്. മികച്ച ജനപ്രിയ ചിത്രം ഏതാണ്? കാന്താര. മികച്ച ജനപ്രിയ ചിത്രം കാന്താര. മികച്ച നടൻ ആരാണ്? കാന്താരയ്ക്ക് വേണ്ടി ഋഷഭ് ഷെട്ടിക്കാണ് മികച്ച നടനായി ലഭിക്കുന്നത്. മികച്ച നടി 2 പേരുണ്ട്, നിത്യ മേനോനും മാനസി പരിക്കിനുമാണ് കിട്ടുന്നത്. മാനസി പരിക്കിനും നിത്യ മേനോനുമാണ് ലഭിക്കുന്നത്. 2 നടിമാരുണ്ട്. നടൻ ആരാണ്? ഋഷഭ് ഷെട്ടി എന്നുള്ളത് ഓർത്തു വെക്കുക. ഇനി ഞാൻ പറഞ്ഞു 3ാമത്തെ കാറ്റഗറി എന്നുള്ളത് സിനിമയെക്കുറിച്ച് ഉള്ള മികച്ച രചനകൾക്കാണ്, എഴുത്തുകൾക്കാണ്, അല്ലെങ്കിൽ വിമർശനങ്ങൾ എന്നൊക്കെ പറയാൻ പറ്റും. അങ്ങനെയുള്ള പുസ്തകങ്ങൾക്കാണ്, അതിൻ്റെ എഴുത്തുകാർക്കാണ്. സിനിമയെക്കുറിച്ചുള്ള മികച്ച പുസ്തകമായി തെരഞ്ഞെടുത്തിട്ടുള്ളത് കിഷോർ കുമാറിന്റെ ദി അൾട്ടിമേറ്റ് ബയോഗ്രഫി എന്നുള്ള പുസ്തകമാണ്. അത് രചിച്ചത് 2 പേരുണ്ട്, അനിരുദ്ധ ഭട്ടാചാര്യയും പാർത്ഥിവ് ധറുമാണ്. 2 പേര് രചിച്ചതാണ്. എന്ത് സിനിമയെക്കുറിച്ചുള്ള മികച്ച പുസ്തകമായി തെരഞ്ഞെടുത്തിരിക്കുന്നത് കിഷോർ കുമാർ ദി അൾട്ടിമേറ്റ് ബയോഗ്രഫി എന്നുള്ള പുസ്തകമാണ്. 2ാമത് മികച്ച ചലച്ചിത്ര നിരൂപകനുള്ള പുരസ്കാരം ലഭിക്കുന്നത് ദീപക് ദുബെയ്ക്കാണ്. ഹിന്ദി ഭാഷയിലെ എഴുത്തുകൾക്കാണ് കേട്ടോ. ഹിന്ദി ഭാഷയിലെ എഴുത്തുകൾക്കാണ് എന്നുള്ളതും കൂടി ഒന്ന് ഓർത്തു വെക്കുക. അപ്പോൾ സിനിമയെക്കുറിച്ചുള്ള ഈ ഒരു കാര്യം കൂടി ഒന്ന് നിങ്ങൾ ഓർത്തു വെക്കുക. ഇനിയാണ് ഞാൻ പറഞ്ഞത് 4ാമത്തെ കാറ്റഗറി. അവരുടെ ജീവിതം സിനിമയ്ക്ക് വേണ്ടി, ആ ഒരു ആക്ടിങ് എന്നുള്ള പാഷന് വേണ്ടി കൊടുത്തവരായിരിക്കും ദാദാ സാഹിബ് ഫാൽക്കെ ലൈഫ് ടൈം അച്ചീവ്മെൻറ്റ് അവാർഡ് വാങ്ങിക്കുക. അപ്പോൾ ദാദാ സാഹിബ് ഫാൽക്കെ ലൈഫ് ടൈം അച്ചീവ്മെൻറ്റ് അവാർഡ് 1969 കൊടുത്തു തുടങ്ങുന്നത്. അത് ദേവിക റാണിക്കാണ് ആദ്യമേ ലഭിക്കുന്നത്. ഇപ്രാവശ്യം ആർക്ക് ലഭിച്ചു നോക്കി? മിഥുൻ ചക്രവർത്തിക്കാണ് ലഭിക്കുന്നത്. മിഥുൻ ചക്രവർത്തിക്കാണ് ലഭിക്കുന്നത്. അപ്പോൾ അതും കൂടി ഒന്ന് ഓർത്തു വെക്കുക. അങ്ങനെ നമ്മൾ
ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എന്താണ് ഫിലിം അവാർഡ്സുകൾ പറഞ്ഞു. JC ഡാനിയൽ പുരസ്കാരം മറക്കല്ലേ. ഇനി നമുക്ക് നൊബേൽ പ്രൈസുകളിലേക്ക് കിടക്കാം. 6 നൊബേൽ പ്രൈസുകളാണ് കൊടുക്കുന്നത് എന്നുള്ളത് നിങ്ങൾക്കറിയായിരിക്കും. അപ്പോൾ ആർക്കൊക്കെയാണ് ലഭിച്ചത് എന്നുള്ളത് ഞാൻ പറഞ്ഞു പോകാം. ഒന്ന്, സാമ്പത്തിക ശാസ്ത്രം. അപ്പോൾ സാമ്പത്തിക ശാസ്ത്രത്തിൽ നിന്നൊക്കെ കഴിഞ്ഞ LGSനൊക്കെ ക്വസ്റ്റ്യൻ വന്നിരുന്നു, ചോദിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. സാമ്പത്തിക ശാസ്ത്രം 2024 ആർക്കൊക്കെ ലഭിച്ചു എന്ന് ചോദിച്ചാൽ ഡാരൻ അസമെഗ്ലോ, സൈമൺ ജോൺസൺ, ജെയിംസ് ഇ റോബിൻസൺ. അപ്പോൾ ഈ പേരുകളൊക്കെ പഠിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് മിസ്. ഇതൊക്കെ എങ്ങനെ നമ്മൾ പഠിക്കുക നോക്കിയേ. ഞാൻ ചെറുതായിട്ടൊരു കോഡ് പറഞ്ഞുതരാം, നിങ്ങൾ എങ്ങനെ വേണേലും ഓർത്ത് വെച്ചോളൂ. ഇവർക്കെല്ലാം ഇന്നുണ്ട്. ഇതുണ്ട്, പേരിൽ ഒരു ഇന്നിൻ്റെ ഇതുണ്ട്. ഡാരൻ, അടുത്തത് സൈമൺ, പിന്നെ റോബിൻസൺ. അപ്പോൾ സൈമൺ ജോൺസൺ രണ്ടുപേരിലും ഇന്നുണ്ട്. പിന്നെ ജെയിംസ് എ റോബിൻസൺ, ഇവയൊക്കെ എന്താണ് ഇന്നെന്ന് പറഞ്ഞ ആ ഒരു ഇതുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഓപ്ഷൻ കാണുമ്പോൾ 3 പേരുകൾ കാണുമ്പം ഇതിൽ ഈ ഇന്നുള്ള പേരുകൾ ചൂസ് ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് അതിലേക്ക് എത്താൻ പറ്റും. എന്തായിരുന്നു അവരുടെ കോൺട്രിബ്യൂഷൻ എന്ന് വെച്ചാൽ രാഷ്ട്രങ്ങൾ തമ്മിലുള്ള അഭിവൃദ്ധിയിലെ വ്യത്യാസങ്ങളെക്കുറിച്ചുള്ള ഗവേഷണത്തിനാണ് അവർക്ക് ലഭിക്കുന്നത്. മനസ്സിലായോ? എന്ന് വെച്ചാൽ പണ്ടുള്ള സമയം ഇപ്പോൾ ഉള്ള ഒരു ഇതും നോക്കുമ്പോഴത്തേക്കും ചില രാജ്യങ്ങൾക്ക് നല്ല രീതിയിൽ സാമ്പത്തിക വളർച്ചയുണ്ട്, പക്ഷെ ചിലർക്കതില്ല. അതെന്തുകൊണ്ട് എന്നുള്ളത്, അതിലെന്തൊക്കെയാണ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്, എന്തൊക്കെ കൊണ്ടാവാം ചിലരിങ്ങനെ പൈസ ഇല്ലാതെ ബുദ്ധിമുട്ടുന്നത്. മനസ്സിലായോ? സിംപ്ലി ഞാൻ പറഞ്ഞു തരികയാണ്. ഇതാണ് അവരുടെ ആ ഒരു കണ്ടുപിടുത്തം. അപ്പം പേരുകൾ കണ്ടുപിടിക്കാൻ പറ്റിയില്ലെങ്കിൽ ഈ ഫോട്ടോകൾ ഓർക്കുക. ഫോട്ടോ നമ്മളിങ്ങനെ കാണുമ്പോൾ ചിലപ്പം ചിലവർക്ക് അത് ഓർത്തിരിക്കുക, അതുകൊണ്ടാണ്. എന്നാലും ഓർത്തു വെക്കുക. ഡാരൻ അസമെഗ്ലോ, സൈമൺ ജോൺസൺ, ജെയിംസ് എ റോബിൻസൺ, എല്ലാവരും അതിനകത്ത് ഈ ചുനുപ്പുള്ള കാര്യം ഓർത്തു വെക്കുക. ഇനി നമുക്ക് 2023 പോകാം. 2023 ആർക്കാണ് കിട്ടുന്നത്? സാമ്പത്തിക ശാസ്ത്രത്തിനുള്ള നൊബേൽ സമ്മാനം ജോലി സ്ഥലത്തെ ലിംഗവ്യത്യാസങ്ങളെ കുറിച്ച്. എന്ന് വെച്ചാൽ നിങ്ങൾക്ക് അറിയാമായിരിക്കും അല്ലേ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ഇപ്പോൾ ഒരേ സ്ഥലത്ത് പല സ്ഥലങ്ങളിലും ഒരേ സ്ഥലത്ത് സ്ത്രീകളും പുരുഷന്മാരും എടുക്കുമ്പോഴത്തേക്കും സ്ത്രീകൾക്ക് വേതനം കുറവായിരിക്കും. അതെന്തുകൊണ്ടെന്നുള്ളത് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? ഇതിനെക്കുറിച്ചാണ് ആരാണിത് പഠിച്ചത്? ക്ലോഡിയ ഗോൾഡിൻ എന്നുള്ള അമേരിക്കൻ സാമ്പത്തിക ശാസ്ത്രജ്ഞ പഠിച്ചത്. അതും 200 കൊല്ലത്തേക്ക് കണക്കുകൾ എടുത്തിട്ടാണ് അവർ പഠിച്ചത്. അതിനെക്കുറിച്ച് പഠിച്ചു എന്നുള്ളത് കൊണ്ടാണ് അവർക്ക് ഇപ്രാവശ്യത്തെ 2023 ഇപ്രാവശ്യമല്ല 2023 നൊബേൽ സമ്മാനം കിട്ടിയത്. ഇതാ നോക്കിയേ, കഴിഞ്ഞ LGSന് വന്ന ചോദ്യമാണ്. 2023 സാമ്പത്തിക ശാസ്ത്ര നൊബേൽ ലഭിച്ചത് ആർക്കാണ് ലഭിച്ചത്? ക്ലോഡിയ ഗോൾഡിന്. സി ആണ് ഉത്തരമായിട്ട് വരുന്നത്. എന്താണ് ജോലി സ്ഥലത്തെ ആ ഒരു വേതനത്തിലുള്ള വ്യത്യാസത്തെക്കുറിച്ച്, അല്ലെങ്കിൽ സ്ത്രീകൾക്ക് ലിംഗവ്യവസ്ഥയിൽ ലിംഗം അല്ലെങ്കിൽ ജെൻഡർ എന്നുള്ള ആ ഒരു ഇത് വെച്ചിട്ട് എന്തുകൊണ്ട് സ്ത്രീകൾക്ക് ഇങ്ങനെ വേതനം കുറഞ്ഞു പോകുന്നു എന്നുള്ളതാണ് അവർ പഠിച്ചെടുത്തത്. അതിനു വേണ്ടിയാണ് നൊബേൽ സമ്മാനം കൊടുത്തതും ചോദ്യം വന്നിട്ടുണ്ട്. അടുത്തത് നമുക്ക് സാഹിത്യത്തിലേക്ക് കടക്കാം. ലിറ്ററേച്ചർ ആർക്കാണ് 2024 ലഭിച്ചത്? ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻ ആണ്. ദക്ഷിണ കൊറിയൻ എഴുത്തുകാരിയായ ഹാൻ ക്യാങ്ങിനാണ് ലഭിക്കുന്നത്. ദക്ഷിണ കൊറിയ അഥവാ സൗത്ത് കൊറിയൻ എഴുത്തുകാരിയായ ആർക്കാണ് ലഭിക്കുന്നത്? ഹാൻ ക്യാങ്ങിനാണ് ലഭിക്കുന്നത്. ഇനി എന്താണ് അവർ എഴുതിയത് എന്നുള്ളത് നോക്കിയാൽ ചരിത്രപരമായ ആഘാതങ്ങളെ അഭിമുഖീകരിക്കുകയും മനുഷ്യ ജീവിതത്തിന്റെ ദുർബലത തുറന്നു കാട്ടുകയും ചെയ്യുന്ന തീവ്രമായ കാവ്യാത്മക ഗദ്യത്തിനാണ് ലഭിക്കുന്നത്. എന്ന് വെച്ചാൽ മനുഷ്യനുണ്ടാവുന്ന ഹിസ്റ്റോറിക്കലായിട്ടുള്ള ട്രോമകൾ ഉണ്ടാവും, അതിനെക്കുറിച്ചൊന്നും ആരും എഴുതുകയുണ്ടാവില്ല, പക്ഷേ ഇവർ എഴുതുന്നുണ്ട്. പിന്നെ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, 2016 മാൻ ബുക്കർ ഇന്റർനാഷണൽ ബുക്ക് പ്രൈസ് ഉണ്ട്. നിങ്ങൾക്ക് അറിയുമെന്ന് എനിക്കറിയില്ല. ബുക്ക് പ്രൈസുകൾ എന്ന് പറയുന്നത് ഇന്റർനാഷണൽ ലെവലിൽ തന്നെ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയ, നമ്മളൊക്കെ അറിഞ്ഞിരിക്കേണ്ടതാണ്. അത് 2016 ലഭിച്ചത് ആർക്കാണ്? ഹാൻ ക്യാങ്ങിനാണ് കേട്ടോ. 2016 മാൻ ബുക്കർ ഇന്റർനാഷണൽ പ്രൈസ് ലഭിച്ചതും ഹാൻ ക്യാങ്ങിനാണ്. ഹാൻ ക്യാങ്ങിൻ്റെ ആദ്യത്തെ വർക്കിന് തന്നെ അത് ലഭിക്കുന്നുണ്ട് എന്നുള്ളതും കൂടി ഒന്ന് ഓർത്തു വെക്കുക. അപ്പോൾ ആർക്കാണ് 2023 സാഹിത്യത്തിൽ കിട്ടുന്നത്? നോർവീജിയൻ എഴുത്തുകാരനായ ജോൺ ഫോസിനാണ് ലഭിക്കുന്നത്. ആർക്കാണ് ലഭിക്കുന്നത്? ജോൺ ഫോസ്.
ജോൺ ഫോസിനാണ് ലഭിക്കുന്നത്. നിശബ്ദരാകപ്പെട്ടവരുടെ ശബ്ദമായ എഴുത്താണ് ഫോസിൻ്റേത് എന്ന് പറഞ്ഞിട്ടാണ് കൊടുക്കുന്നത്. വെച്ചാൽ ഞാൻ ഇവിടെ രണ്ടുപേരുടെയും ഏതാണ്ട് ഒരേപോലെ തന്നെ നമുക്ക് തോന്നുന്നു അല്ലേ? ഇത് ചരിത്രപരമായ ആഘാതങ്ങളെ അഭിമുഖീകരിക്കുകയും മനുഷ്യ ജീവിതത്തിൻ്റെ ദുർബലത, എഴുത്തല്ലേ, ആ ഒരു എഴുത്ത് ആൾക്കാരിലേക്ക് എത്തിക്കുക, അത് വളരെയധികം കമ്മ്യൂണിക്കേറ്റ് ആവുക എന്ന് പറയുന്നത് വളരെയധികം എന്താണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്, നോട്ടബിൾ ആയിട്ടുള്ള ഒരു കാര്യം കൂടിയാണ്. അപ്പോൾ നിശബ്ദരാകപ്പെട്ടവരുടെ ശബ്ദമായ എഴുത്താണ് അദ്ദേഹത്തിൻ്റെത് എന്ന് പറഞ്ഞാണ് എന്ത് നൊബേൽ സമ്മാനം കൊടുക്കുന്നത്. അപ്പം സാഹിത്യം നമ്മൾ പറഞ്ഞു ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ്. ഇനി നമുക്ക് സമാധാനത്തിലേക്ക് കടക്കാം. സമാധാനത്തിൻ്റെ നൊബേൽ സമ്മാനം 2024 ആർക്ക് ലഭിക്കുന്നു എന്ന് ചോദിച്ചാൽ ഇതൊരു ഓർഗനൈസേഷനാണ് ലഭിക്കുന്നത്. നിഹോൺ ഹിഡാക്യു എന്ന് പറയുന്ന ജപ്പാനിൽ പ്രവർത്തിക്കുന്ന ഒരു ഓർഗനൈസേഷനാണ് ലഭിക്കുന്നത് എന്ത് സമാധാനത്തിൻ്റെ നൊബേൽ സമ്മാനം. എന്താണ് അവർ ചെയ്യുന്നത്? അവർ ഈ ഹിറോഷിമ നാഗസാക്കി ആ ഒരു ഇൻസിഡൻറ്റ് നിങ്ങൾക്ക് കുറച്ച് അറിയാമായിരിക്കുമല്ലോ അല്ലേ അതിനെക്കുറിച്ച്. അപ്പം അതിൽ നിന്ന് കയറി വന്നിട്ടുള്ള ആ ഇൻസിഡൻറ്റിന് നിന്ന് കയറി വന്നിട്ടുള്ള ആൾക്കാരാണ്. അപ്പോൾ അവരെന്താ പറയുന്നതെന്ന് വെച്ചാൽ ആണവായുധങ്ങളില്ലാത്ത ഒരു ലോകം കൈവരിക്കുക എന്നുള്ളതാണ്. എന്ന് വെച്ചാൽ എന്താണ് ലോകങ്ങൾ തമ്മിൽ ആണവായുധങ്ങൾ ഉപയോഗിക്കുന്നത് കുറയ്ക്കണം, അതില്ലാതാക്കണം എന്നുള്ളതാണ്. കാരണം ഹിറോഷിമ നാഗസാക്കിയിൽ എന്താണ് നടന്നതെന്നുള്ളത് നിങ്ങൾ ഹിസ്റ്ററി പഠിച്ചിട്ടുള്ളവരാണെങ്കിൽ അറിയാം. അപ്പം അതിനെതിരെ പോരാടുക, ആണവായുധങ്ങൾ ഇല്ലാതാക്കുക എന്നുള്ളതാണ് ജപ്പാനിൽ വർക്ക് ചെയ്യുന്ന ഒരു ഓർഗനൈസേഷൻ ആണ് ഇതെന്നുള്ളത് ഓർക്കുക. സാധാരണ വ്യക്തികൾക്കാണ് ഏറ്റവും കൂടുതൽ കൊടുക്കുക. ഓർഗനൈസേഷൻ വന്നു കഴിഞ്ഞാൽ ചോദിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. ഇനി നമുക്ക് 2023 കുറിച്ച് പറയാം. 2023 ആരാണുള്ളത്? ഇറാനിലെ പ്രവർത്തകയായ നർഗസ് മുഹമ്മദിക്കാണ്. നർഗസ് മുഹമ്മദി എന്ന് പറയുന്നത് ഇറാനിലെ സ്ത്രീകൾക്ക് വേണ്ടി ശബ്ദമുയർത്തിയ വ്യക്തിയാണ്. ഇപ്പോഴും ന്യൂസുകളിൽ വന്നു പോകുന്ന വ്യക്തിയാണ്. ഇറാനിലെ പ്രവർത്തകയാണ്. എന്താണ് ഇറാനിലെ സ്ത്രീകൾക്കെതിരായ അടിച്ചമർത്തലിനെതിരായ പോരാട്ടത്തിനും എല്ലാവരുടെയും മനുഷ്യാവകാശങ്ങളുടെ സ്വാതന്ത്ര്യവും പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയാണ് അവരുടെ പോരാട്ടം എന്നുള്ളത് ഒന്ന് ഓർത്തുവെക്കുക. അപ്പോൾ 2024 പറഞ്ഞു, 2023 പറഞ്ഞു. ഇനി നമുക്ക് രസതന്ത്ര നോബലിനെ കുറിച്ച് പറയാം. ആരൊക്കെയാണ് ആ ഒരു അവാർഡിന് 2024 കിട്ടിയെന്നുള്ളത് അറിയണ്ടേ? നോക്കിയേ, ഡേവിസ് ബേക്കർ, ഡേമിസ് ഹസാബിസ്, ജോൺ എം ജംബർ എന്നുള്ളതാണ്. ഇവർക്ക് 3 പേർക്കാണ് ലഭിച്ചത്. ഇത് പഠിക്കാൻ ഒരു കോഡ് പറഞ്ഞു തരാം. എന്താ ഞാൻ പറയുന്നത്? ഡേവിസും ഡെമിസും ഹൈ ജമ്പുകാരാണ് എന്നുള്ളത് ഓർത്തു വെക്കുക. എന്താണ്? ഡേവിസും ഡെമിസും ഹൈ ജമ്പുകാരാണ്. ഹൈ ജമ്പ്, ഈ ജമ്പിലുണ്ട് ഈ ജമ്പർ. ഡേവിസും ഡെമിസും ഹൈ ജമ്പുകാരാണ് എന്നുള്ളത് ഓർത്ത് വെക്കുക. അപ്പോൾ ഈ കോഡ് നിങ്ങൾ എന്തെങ്കിലും പഠിച്ചു വെച്ചിട്ടുണ്ടാവുമല്ലോ. 2024 ഇനിയുള്ള ചോദ്യങ്ങളിൽ നിങ്ങൾക്ക് ഇത് പ്രതീക്ഷിക്കാം. ഇനി അവരെന്തിനെക്കുറിച്ചാണ് പഠിച്ചത്? പ്രോട്ടീൻ്റെ ഘടനയും മറ്റും അടങ്ങുന്ന ഗവേഷണങ്ങൾക്കാണ് ഇവർക്ക് പുരസ്കാരം ലഭിക്കുന്നത്. അതിൽ കമ്പ്യൂട്ടേഷണൽ പ്രോട്ടീൻ ഡിസൈനുമായി ബന്ധപ്പെട്ട ഗവേഷണത്തിന് ബേക്കറിനും പ്രോട്ടീൻ്റെ ഘടനാ പ്രവചനത്തിനാണ് ആർക്ക് ഹസാബിസിനും ജംബറിനും പുരസ്കാരം ലഭിക്കുന്നത്. മറക്കരുത്, പ്രോട്ടീൻ്റെ ഘടനയ്ക്കാണ് കിട്ടുന്നത് എന്നുള്ളതും കമ്പ്യൂട്ടേഷണൽ പ്രോട്ടീൻ ഡിസൈനുമായി ബന്ധപ്പെട്ട് ആണ് ബേക്കറിന് ലഭിക്കുന്നതും ആ പ്രോട്ടീൻ്റെ ഘടനാ പ്രവചനത്തിനാണ് ആർക്കൊക്കെ കിട്ടുന്നത്? ഹസാബീസിനും ജംബറിനും കിട്ടുന്നതെന്ന് ഓർത്തുവെക്കുക. ഇനി 2023 നോക്കാം. 2023 ആർക്കൊക്കെ കിട്ടുന്നത്? മൗഗി ജി ബവൻഡിക്കും ലൂയിസ് ഇ ബ്രൂസിനും അലക്സി ഐ എക്കിമോവിനുമാണ് കിട്ടുന്നത്. നാനോ ടെക്നോളജിയിലെ ഗവേഷണത്തിനാണ് ഇവർക്ക് പുരസ്കാരം ലഭിക്കുന്നത്. ഇതെങ്ങനെ ഓർത്തു വെക്കും? MLA എന്ന് ഓർത്തു വെക്കൂ. മൗഗി ജി ബവൻഡിയും ലൂയിസ് ഇ ബ്രൂസും അലക്സി ഐ എക്കിമോവും. അപ്പോൾ രസതന്ത്രത്തിൽ നിന്നുള്ള ചോദ്യങ്ങൾ ചോദിച്ചു കാണാറുണ്ട്. നോക്കിയേ, 2023 രസതന്ത്ര നൊബേൽ സമ്മാനം എത്ര പേർക്ക് ലഭിച്ചു എന്നൊരു ചോദ്യം വന്നു. ഇപ്പം ഞാൻ പറഞ്ഞത് MLA 3 പേർക്ക് ലഭിച്ചു. മുമ്പേ ഞാൻ കോഡ് പറഞ്ഞു, ഡേവിസും ഡെമിസും എന്താണ്? ഹൈ ജമ്പുകാരാണെന്ന്. 2024 ഒരു കോഡും പറഞ്ഞു തന്നു. അടുത്തത് ഭൗതിക ശാസ്ത്രത്തിനുള്ള നൊബേൽ സമ്മാനം പറയാം. ഭൗതിക ശാസ്ത്രത്തിൽ 2024 2 Jക്കാണ് കിട്ടുന്നത്.
ജെ ജെ എന്ന് ആലോചിച്ച് വെക്കൂ. ജെ ജെ എന്ന് പറയുന്നത് ആരാണ്? ജോൺ ജെ ഹോപ്ഫീൽഡും ജെഫ്രി ഇ ഹിൻറ്റണും. ആരൊക്കെയാണ്? ജോൺ ജെ ഹോപ്ഫീൽഡും ജെഫ്രി ഇ ഹിൻറ്റണുമാണ് ലഭിക്കുന്നത്. അവർക്ക് 2 പേർക്കാണ് ലഭിക്കുന്നത് 2024. അവരെന്താ കണ്ടുപിടിച്ചത്? കൃത്രിമ ന്യൂറൽ നെറ്റ്വർക്കുകൾ ഉപയോഗിച്ച് മെഷീൻ ലേണിംഗ് ആക്കുന്ന അടിസ്ഥാന കണ്ടെത്തലുകൾക്കാണ് അല്ലെങ്കിൽ കണ്ടുപിടുത്തങ്ങൾക്കുമാണ് അവർക്ക് ലഭിക്കുന്നത്. എന്താണ്? കൃത്രിമ ന്യൂറൽ നെറ്റ്വർക്കുകൾ ഉപയോഗിച്ച് മെഷീൻ ലേണിംഗ് പോസിബിൾ ആക്കി എടുക്കുന്നു എന്നുള്ളതാണ്. 2 ജെ ജെ ആണ് ഈ കോഡ്. 2024 ആണ്. കോഡുകൾ പറയുമ്പോൾ എഴുതി വെച്ച് തന്നെ പഠിച്ചു പോയിക്കോളൂ കേട്ടോ. ഇനി 2023 ആർക്കാണ് കിട്ടുന്നത്? പിയറി അക്കോസ്റ്റിനി, പിന്നെ ഫെറൽ ക്രൗസ്, പിന്നെ ആനി എൽ ഹുയിലർ എന്നിവരാണ് പുരസ്കാരത്തിന് അർഹരാകുന്നത്. PFA എന്ന് ആലോചിക്കുക. ഇപ്പോൾ കുറച്ചധികം കോഡുകൾ പറഞ്ഞു തന്നു. നിങ്ങൾ ഇത് ഇടയ്ക്കിടയ്ക്ക് എടുത്ത് റിവൈസ് ചെയ്ത് പഠിക്കണം കേട്ടോ. അറ്റോസെക്കൻഡ് പൾസുകളുടെ വികസനത്തിനാണ് ഇവർക്ക് ലഭിക്കുന്നത്. അതുവഴി ദ്രവ്യത്തിനുള്ളിലെ ഇലക്ട്രോണുകളെ കുറിച്ച് പഠിക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവരുടെ ആ ഒരു കണ്ടുപിടുത്തം. അപ്പോൾ ഓക്കെ ആണല്ലോ. ഞാൻ ഫിസിക്സ്, കെമിസ്ട്രി എന്ന് വെച്ചാൽ രസതന്ത്രവും ഭൗതിക ശാസ്ത്രവും 2023 2024 പറഞ്ഞു. ഇനി നമുക്ക് ഏറ്റവും ലാസ്റ്റ് ആയിട്ടുള്ള എന്താണ് വൈദ്യശാസ്ത്രത്തിലേക്ക് കിടക്കാം. അതും പഠിച്ചു പോകൂ. ഇതിനുള്ള കോഡ് എന്താണെന്ന് വെച്ചാൽ വിക്ടറും ഘാരിയും. ഇതൊരു കോഡല്ല, പറഞ്ഞു പോകൂ. 2024 മെഡിസിൻ അഥവാ ഫിസിയോളജി എന്ന് ആലോചിക്കുമ്പോൾ നിങ്ങൾക്ക് വിക്ടറും ഗാരിയും എന്നും ഓർമ്മ വരണം. വിക്ടറും ഘാരിയും. വിക്ടർ അംബ്രോസിനും ഗാരി റെഫ്കുനുമാണ് കിട്ടുന്നത്. അവർക്ക് മൈക്രോ RNAയുടെ കണ്ടുപിടുത്തത്തിന് പോസ്റ്റ് ട്രാൻസ്ക്രിപ്ഷണൽ ജീൻ റെഗുലേഷനും അതിൻ്റെ പ്രാധാന്യത്തിനുമാണ് അഭിമാനകരമായ ഈ അവാർഡ് അവർക്ക് ലഭിക്കുന്നത്. മൈക്രോ RNAയ്ക്കും അതിൻ്റേതായ പോസ്റ്റ് ട്രാൻസ്ക്രിപ്ഷണൽ ജീൻ റെഗുലേഷനും വേണ്ടിയാണ് അവർക്ക് ലഭിക്കുന്നത്. ഇനി 2023 ആർക്കൊക്കെ ലഭിച്ചെന്ന് ചോദിച്ചാൽ കാറ്റലിൻ കാരിക്കോയിനും ഡ്രൂ വെയ്സ്മാനുമാണ്. കാറ്റലിൻ കാരിക്കോയിനും ഡ്രൂ വെയ്സ്മാനുമാണ് ലഭിക്കുന്നത്. അവർക്കും mRNA തന്നെയാണ്. അതുവഴി കോവിഡിനുള്ള വാക്സിൻ ഉണ്ടാക്കാൻ വേണ്ടി അത് സഹായിച്ചു എന്നുള്ള രീതിയിലാണ് നടക്കുന്നത്. അപ്പോൾ ഓക്കെ അല്ലേ? ഞാൻ എല്ലാ നൊബേൽ സമ്മാനങ്ങളും പറഞ്ഞു. ഇനി നമുക്ക് അടുത്ത ടോപ്പിക്ക് നോക്കാം. അടുത്തത് ഇമ്പോർട്ടൻ്റ് ആയ നിയമനങ്ങളെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. ആദ്യം തന്നെ കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസായി നിധിൻ മധുക്കർ ജാംതർ അധികാരമേറ്റിരുന്നു. പഠിച്ചു വെച്ചോളൂ, നിധിൻ മധുക്കർ ജാംതർ. ഇനി അടുത്ത ഇന്ത്യയുടെ 51ാമത് ചീഫ് ജസ്റ്റിസ് ആയിട്ട് ആരാണ്? ജസ്റ്റിസ് സഞ്ജീവ് ഖന്നയാണ് വന്നിട്ടുള്ളത്. 50 DY ചന്ദ്രചൂഡാണ്. 51 ആരാണ്? ജസ്റ്റിസ് സഞ്ജീവ് ഖന്നയാണ്. ലോക്പാൽ ആയിട്ടുള്ളത് AM ഖാൻവിൽക്കറും ലോകായുക്ത N അനിൽകുമാറുമാണ്. ഇനി ഉപലോകായുക്ത എന്ന് പറയുന്നത് ഹരുൺ ഉൽ റഷീദാണ്. അപ്പോൾ ഇന്ത്യയുടെ ലോക്പാലും നമുക്ക് ലോകായുക്തയെ കുറിച്ച് അറിയണം. N അനിൽകുമാറും ഹരുൺ ഉൽ റഷീദുമാണ്. ഇനി അടുത്ത മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണറിന്റെ അടുത്തേക്ക് എത്താം. ശ്രീ രാജീവ് കുമാറാണ് മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ. തിരഞ്ഞെടുപ്പ് കമ്മീഷണർമാർ ആരൊക്കെയാണ്? ഖ്യാനേഷ് കുമാറും സുഖ്ബീർ സിംഗ് സന്ധുവുമാണ്. ഖൈനേഷ് കുമാറും സുഖ്ബീർ സിംഗ് സന്ധുവുമാണ്. എഴുതി പഠിച്ചെടുത്തോളൂ കേട്ടോ. അത് കഴിഞ്ഞിട്ട് ദേശീയ വനിതാ കമ്മീഷൻ ചെയർപേഴ്സണായിട്ട് ആര് വന്നു ചോദിക്കാൻ ഒത്തിരി ചാൻസ് ഉണ്ട്. വിജയ കിഷോർ റഹ്താക്കർ. ആരാണ്? വിജയ കിഷോർ റഹ്താക്കർ. ഈ സ്ഥാനം വഹിക്കുന്ന 9ാമത്തെ വ്യക്തിയാണ്. എപ്പോഴും ചോദിക്കാറുണ്ട് ഉത്തരം രേഖാ ശർമ്മയാണ്. എന്നാൽ ഇപ്പം എപ്പോഴും രേഖാ ശർമ്മ ഓപ്ഷനിൽ കാണും, കുത്താൻ തോന്നും. അല്ല, വിജയ കിഷോർ റഹ്താക്കർ. സംസ്ഥാന വനിതാ കമ്മീഷനും കൂടി അറിഞ്ഞിരിക്കണം, P സതീദേവി. ഇനി അടുത്തത് ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ഇപ്പോൾ ആരാണ് ആക്ടിംഗ് ആയിട്ടുള്ള ചെയർപേഴ്സൺ എന്ന് ചോദിച്ചാൽ അത് വിജയ ഭാരതി സയാനിയാണ്. ഇനി കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷണർ ആരാണെന്നൊരു ചോദ്യം വന്നാൽ അത് അലക്സാണ്ടർ തോമസ് ആണ്. ആരാണ്? അലക്സാണ്ടർ തോമസ്. ഇനി ദേശീയ ധനകാര്യ കമ്മീഷൻ പല ക്വസ്റ്റ്യൻ പേപ്പറിലും കണ്ടതാണ്. ആരാണ്? അരവിന്ദ് പനാഗ്രിയാണ്. ഇത് നമ്മുടെ 16ാമത് ധനകാര്യ കമ്മീഷൻ ആ ഒരു കമ്മിറ്റിയാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. സംസ്ഥാന ധനകാര്യ കമ്മീഷണർ ആരാണെന്ന് ചോദിച്ചാൽ അത് KN ഹരിലാൽ ആണ്. KN ഹരിലാൽ. ഇനി ഇപ്പോൾ റീസെന്റ് ആയിട്ട് നടന്ന ഒരു നിയമനമാണ് നമ്മുടെ CAG ആയിട്ട് ആരാണ്? സഞ്ജയ് മൂർത്തിയാണ് അപ്പോയിന്റഡ് ആയിട്ടുള്ളത്. ഇനിയുള്ള എക്സാമുകളിൽ നമുക്കിത് പ്രതീക്ഷിക്കാം. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നിയമനങ്ങൾ പറഞ്ഞു തന്നത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. നിങ്ങൾ ഇതൊക്കെ ആദ്യമായി കേൾക്കുന്ന കാര്യങ്ങളാണെങ്കിൽ ദയവ് ചെയ്തൊന്ന് കുറിച്ച് വെച്ചോളൂ. എന്നിട്ട് എക്സാമിന് മുന്നേ ഒന്ന് വായിച്ചിട്ട് പോയാൽ മതിയേ.
അടുത്തത് സ്പോർട്സിൽ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയ ഒരു ഭാഗമാണ് മേജർ ധ്യാൻചന്ദ് ഖേൽ രത്ന അവാർഡുകൾ എടുക്കുന്ന സമയത്ത് സ്പോർട്സിൽ നമ്മൾ പറയുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് എന്ത് മേജർ ധ്യാൻചന്ദ് ഖേൽ രത്ന അവാർഡ്. ആർക്കാണ് ഇപ്രാവശ്യം കിട്ടിയത്? ചിരാഗ് ചന്ദ്രശേഖർ ഷെട്ടിക്കും ശ്രീ രംഗറെഡ്ഡി സാത്വിക് സായുജിനുമാണ് കിട്ടുന്നത്. രണ്ടുപേരുടെയും ഐറ്റം വെച്ച് ചോദിക്കാം. എന്താണ്? ബാഡ്മിൻ്റൺ ആണ് ഐറ്റമായിട്ട് വരുന്നത്. ബാഡ്മിൻ്റൺ ആണ് ഐറ്റമായി വരുന്നത് മേജർ ധ്യാൻചന്ദ് ഖേൽ രത്ന അവാർഡുകൾ. ഇനി അർജുന അവാർഡിലേക്ക് കടക്കാം. അർജുന അവാർഡ് ഇപ്രാവശ്യം 26ഓളം പേർക്ക് ലഭിക്കുന്നുണ്ട്. അതിൽ എനിക്ക് നിങ്ങളോട് പഠിക്കണം എന്ന് പറയേണ്ട ഭാഗം എന്ന് പറയുന്നത് ശ്രീശങ്കർ എം അല്ലെങ്കിൽ ശ്രീശങ്കർ എം എന്ന കേരളത്തിന് അഭിമാനമായ ലോങ് ജമ്പ് ചെയ്യുന്ന അല്ലെങ്കിൽ അതാണ് കായിക ഇനമായി ഉള്ള അത്ലറ്റ് ആണ് ആര്? ശ്രീശങ്കർ എമ്മിനെ കുറിച്ച് അറിഞ്ഞിരിക്കുക. ലോങ് ജമ്പ് ആണ് വിഭാഗം എന്നുള്ളതും അത്ലറ്റിക്സ് എന്നുള്ള ഭാഗമാണെന്നുള്ളതും കൂടി ഒന്ന് ഓർത്തു വെക്കുക. ശ്രീശങ്കർ എം ഇപ്രാവശ്യം അർജുന അവാർഡ് ലഭിച്ചിരുന്നു. ബാക്കിയുള്ള പേരുകൾ നിങ്ങൾക്ക് വേണം എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ നോട്ട് വേണം എന്നുണ്ടെങ്കിൽ ടെലിഗ്രാമിൽ കൊടുക്കാം. പക്ഷെ നിങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ. പിന്നെ വൈശാലിയെ കുറിച്ചൊക്കെ അറിഞ്ഞിരിക്കുക. ചെസ്സാണ്. ഒരു സഹോദരങ്ങളുടെ വീഡിയോ ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അതിലുള്ളതാണ് വൈശാലി. മുഹമ്മദ് ഷമിക്ക് അർജുന അവാർഡ് കിട്ടുന്നുണ്ട് ക്രിക്കറ്റിന്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ഓർത്തു വെക്കുക. ബാക്കിയുള്ളവരുടെ ഒന്ന് ജസ്റ്റ് ഞാൻ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട്. നിങ്ങൾക്ക് എഴുതിയെടുക്കണമെങ്കിൽ എഴുതിയെടുക്കാം. പിങ്കി സിംഗിനൊക്കെ കിട്ടുന്നുണ്ട്. ഐശ്വര്യ പ്രതാപ് സിംഗ് തോമറിന് ലഭിക്കുന്നുണ്ട് ഷൂട്ടിംഗ് എന്നുള്ള ഐറ്റത്തിന്. ഇഷാ സിംഗിനും ഷൂട്ടിങ്ങിനാണ് എന്നുള്ളതൊക്കെ ഒന്ന് ഓർത്ത് വെക്കുക. ഇനി ദ്രോണാചാര്യ അവാർഡിലേക്ക് കടക്കാം. ദ്രോണാചാര്യ അവാർഡ് റെഗുലർ വിഭാഗമുണ്ട്, ലൈഫ് ടൈം വിഭാഗമുണ്ട്. അതിൽ റെഗുലർ വിഭാഗത്തിൽ ആർക്കൊക്കെ ലഭിച്ചു എന്ന് ചോദിച്ചാൽ ഗുസ്തിക്ക് ലളിത് കുമാർ, പിന്നെ ചെസ്സിന് RB രമേശ്, മഹാവീർ പ്രസാദ് സൈനിക്ക് പാരാ അത്ലറ്റിക്സ്, ശിവേന്ദ്ര സിംഗ് ഹോക്കി, ഗണേഷ് പ്രഭാകർ ദേവുഘർ മൽക്കാംബ് എന്നുള്ളതാണ്. ഒന്ന് പഠിച്ചു നോക്കൂ. ഐറ്റം വെച്ച് ചോദിക്കുകയാണെങ്കിൽ ഇത് പരിശീലകർക്കുള്ളതാണെന്നും കൂടി ഓർത്തു വെക്കുക. ദ്രോണാചാര്യ അവാർഡുകൾ. അടുത്തത് ഇനിയാണ് ശ്രീശങ്കറിനെ പോലെ നമ്മൾ അറിയേണ്ടത്. കാരണം ന്യൂസുകളിൽ ഹെഡിങ് വന്നത് കേരളത്തിൽ നിന്ന് ഒരാൾക്ക് എന്താണ് അർജുന അവാർഡും വേറൊരു വ്യക്തിക്ക് ദ്രോണാചാര്യ അവാർഡും കിട്ടുന്നുണ്ടെന്നുള്ളതാണ്. ദ്രോണാചാര്യ അവാർഡ് ലൈഫ് ടൈം കാറ്റഗറിയിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട പേരാണ് ഭാസ്കരൻ ഇ കബഡി. ഇദ്ദേഹത്തിനാണ് ദ്രോണാചാര്യ അവാർഡ് ലഭിക്കുന്നത്. 2023 ലൈഫ് ടൈം കാറ്റഗറിയിൽ കബഡി എന്ന വിഭാഗത്തിന് ഇദ്ദേഹത്തിന് ലഭിക്കുന്നുണ്ട് എന്നുള്ളതൊന്ന് ഓർത്തുവെക്കൂ. ഇതുകൂടാതെ ജസ്കിരത് സിംഗിനും ജയന്ത് കുമാർ പുഷിലാലിനും ലഭിക്കുന്നുണ്ട്. ടേബിൾ ടെന്നീസും ഗോൾഫുമാണ് ഇനങ്ങൾ. അടുത്തത് ധ്യാൻചന്ദ് അവാർഡുകളാണ്. ഒന്ന് എഴുതി വെച്ച് പഠിച്ചോളൂ. മഞ്ജുഷ കൻവറിന് ബാഡ്മിൻ്റനും, വിനീത് കുമാർ ശർമ്മയ്ക്ക് ഹോക്കിക്കും, കവിത സെൽവരാജിനും ലഭിക്കുന്നുണ്ട്. ഈ 3 പേർക്കും ലഭിക്കുന്നുണ്ട്. ഒന്ന് ഓർത്തു വെക്കൂ. ഇനി നമുക്ക് ഒളിമ്പിക്സിനെ കുറിച്ച് പറയാം. ഇപ്രാവശ്യം 2024 പാരീസിൽ വെച്ച് സമ്മർ ഒളിമ്പിക്സും പാരാലിമ്പിക്സും നടക്കുന്നുണ്ട്. അപ്പോൾ സമ്മർ ഒളിമ്പിക്സിൽ ഇത് 33ാമത്തെ സമ്മർ ഒളിമ്പിക്സ് ആണ്. അപ്പം ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളും കൂടി ഈ വീഡിയോയിൽ പറയാം. സമ്മർ ഒളിമ്പിക്സ് ഇപ്രാവശ്യം നടന്നത് പാരീസിലാണ്. അപ്പോൾ ഇതിനു മുൻപേ പാരീസിൽ നടന്നിട്ടുണ്ട്. 1900-ലും 1924-ലും പാരീസിൽ നടന്നിട്ടുണ്ട്. 1924 ശേഷം 100 വർഷങ്ങൾക്ക് ശേഷം 2024 നടക്കുന്നു എന്നുള്ളൊരു പ്രത്യേകതയും കൂടിയുണ്ട്. ഇനി ഇവിടെ 3 തവണ ഹോസ്റ്റ് ചെയ്തു എന്ന് പറയുന്നുണ്ട്. 3 തവണ ഇതിന് ശേഷം അല്ലെങ്കിൽ ഇതിനു മുൻപ് 3 തവണ വേറെ എവിടെയെങ്കിലും ഒളിമ്പിക്സ് നടന്നിട്ടുണ്ടോ, സമ്മർ ഒളിമ്പിക്സ് നടന്നിട്ടുണ്ടോ എന്നൊരു ചോദ്യം വന്നാൽ അതിൻ്റെ ഉത്തരം ഉണ്ട്. എവിടെയാണ് നടക്കുന്നത്? ലണ്ടനിൽ നടക്കുന്നുണ്ട്. 1908, 1948, 2012 സമ്മർ ഒളിമ്പിക്സ് ലണ്ടനിൽ നടക്കുന്നത്. ഇനി ആരാണ് ഇതിൽ ഫസ്റ്റ് വന്നത്, ഗോൾഡ് കൊണ്ടുപോയത്? 126 മെഡലുകളോടെ 40 സ്വർണവും നേടി ആര്? അമേരിക്ക ആണ് മുന്നിൽ വന്നത്. ആരാ വന്നത്? അമേരിക്ക. അപ്പോൾ 2ാം സ്ഥാനമോ? ചൈന. ആർക്കാണ് കിട്ടുന്നത് 2ാം സ്ഥാനം? ചൈന. ഇനി കഴിഞ്ഞ LGSകളിലൊക്കെ ചോദിച്ചുകൊണ്ടൊരു ചോദ്യമാണ്, അമേരിക്കയും ചൈനയ്ക്കും ഇതാദ്യമായി ഗോൾഡ് മെഡലുകൾ ഈക്വലായി വന്നു. 40 ഗോൾഡ് മെഡലുകളാണ് 2 പേർക്കും ലഭിച്ചത്. ഇത് ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് എന്നുള്ളതും കൂടി ഒന്ന് ഓർത്തു വെക്കുക. അമേരിക്കയാണ് ഒന്നാമതെത്തിയത്, 126 മെഡലുകൾ. ചൈനയ്ക്ക് 91 മെഡലുകൾ. പിന്നെ ജപ്പാൻ, ഓസ്ട്രേലിയ എന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ടത്. ഇനി അടുത്തത് അറിയേണ്ടത്
2024 പാരീസ് നടന്നത് ഒളിമ്പിക്സ് നടന്നത് പാരീസിലാണെങ്കിൽ പോലും 2028 ഇനി എവിടെയാണ് നടക്കാൻ പോകുന്നത് എന്നൊരു ചോദ്യം വരാം. ലോസ് ആഞ്ചലസിലാണ് നടക്കാൻ പോകുന്നത്. ലോസ് ആഞ്ചലസിലാണ് നടക്കാൻ പോകുന്നത് എന്നുള്ളത് ഒന്ന് ഓർത്തു വെക്കുക. ഇനി 2024 പാരീസ് ഒളിമ്പിക്സിന്റെ ആപ്തവാക്യം എന്ത് എന്നൊരു ചോദ്യം വന്നാൽ അതിൻ്റെ ഉത്തരം ഗെയിംസ് വൈഡ് ഓപ്പൺ എന്നുള്ളതാണ്. ഗെയിംസ് വൈഡ് ഓപ്പൺ എന്നുള്ളതാണ്. ഭാഗ്യചിഹ്നം ഫ്രിഡ്ജസ് എന്ന് പറയുന്ന സാഹോദര്യമൊക്കെ മുന്നിലേക്ക് കൊണ്ടുവന്ന് അല്ലെങ്കിൽ സാഹോദര്യത്തിന്റെ ചിഹ്നമായിട്ടുള്ള ഒരു തൊപ്പിയാണിത്. ഫ്രിഡ്ജസ് ആണ് ഇപ്രാവശ്യത്തെ ഭാഗ്യചിഹ്നമായി മസ്കോട്ടായി തിരഞ്ഞെടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഇന്ത്യയിലേക്ക് കടക്കാം. 117 ഇന്ത്യൻ അത്ലറ്റുകളാണ് പങ്കെടുത്തത്. 117 ഇന്ത്യൻ അത്ലറ്റുകളാണ് പങ്കെടുത്തത്. നമുക്ക് എത്ര മെഡൽ നേട്ടം ഉണ്ടായി എന്നുള്ളതാണ് അടുത്തത്. നമുക്ക് 6 മെഡൽ നേട്ടമാണ് ഉണ്ടായത്. 1 സിൽവറും 5 ബ്രോൺസും അല്ലെങ്കിൽ 1 വെള്ളിയും 5 വെങ്കലവുമാണ് ലഭിച്ചത് എന്നുള്ളത് ഓർത്തു വെക്കൂ. നമ്മുടെ സ്ഥാനമാണ് അടുത്തത് എനിക്ക് പറയാനുള്ളത്. 71 നമ്മുടെ സ്ഥാനം. 71. ഇതിനു മുന്നേ ഈ സമ്മർ ഒളിമ്പിക്സ് നടന്നത് ടോക്കിയോയിലാണ്. അന്ന് നമുക്ക് 7 മെഡൽ നേട്ടം ഉണ്ടായിരുന്നു. 48 അന്നത്തെ റാങ്ക്. ഇപ്രാവശ്യം നമ്മൾ കുറച്ച് പുറകിലേക്ക് വന്നു. 6 മെഡൽ നേട്ടത്തോടെ 71 സ്ഥാനത്താണ്. ഇതുവരെ നമുക്ക് എത്ര മെഡലുകൾ കിട്ടി എന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം 41 മെഡലുകളാണ് ആദ്യം തൊട്ട്. ഇനി വേറൊരു കാര്യം കൂടി, നമ്മുടെ ഈ ഓപ്പണിംഗ് സെറമണി എന്ന് വെച്ചാൽ ഒളിമ്പിക്സിലേക്ക് വരുമ്പോഴത്തേക്കും ഓപ്പണിംഗ് സെറമണി ഉണ്ട്, ക്ലോസിംഗ് സെറമണി ഉണ്ട്. അതിൽ ഓപ്പണിംഗ് സെറമണിയിൽ ഇന്ത്യയുടെ ആ ഫ്ലാഗും കൊണ്ട് നടന്നത്, അല്ല ഇന്ത്യയെ പ്രതിനിധീകരിച്ച് നടന്നത് ആരൊക്കെയാണെന്ന് ചോദിച്ചാൽ ഓപ്പണിംഗ് സെറമണിയിൽ ശരത് കമലും PV സിന്ധുവും, പിന്നെ ക്ലോസിംഗ് സെറമണിയിൽ മനു ഭാക്കറും നമ്മുടെ സ്വന്തം PR ശ്രീജേഷുമാണ് നടന്നത് എന്നുള്ളത് ഒന്ന് ഓർത്തു വെക്കുക. 2024 ശരത് കമലും PV സിന്ധുവും പിന്നെ ക്ലോസിംഗ് സെറമണിയിൽ മനു ഭാക്കറും PR ശ്രീജേഷുമാണ് നടന്നത്. ഇനി എനിക്ക് പറഞ്ഞു തരാനുള്ളത് ഈ ഒരു മിടുക്കിയെ കുറിച്ചാണ്. ഇതാണ് മനു ഭാക്കർ. കുറേ ചരിത്രങ്ങൾ ഉണ്ടായ ഒരു ഒളിമ്പിക്സ് ആയിരുന്നു ഇപ്രാവശ്യം. മനു ഭാക്കറാണ് തുടക്കം തരുന്നത്. വെങ്കലമാണ് നേടുന്നത് ഷൂട്ടിങ്ങിൽ. 10 മീറ്റർ എയർ പിസ്റ്റൽ എന്ന ഐറ്റത്തിന് ആരാണ്? മനു ഭാക്കറാണ് വെങ്കലം നേടുന്നത്. ഒളിമ്പിക്സിൽ ഷൂട്ടിങ്ങിന് പിന്നെ വേറൊരു ചരിത്രം കൂടി ഉണ്ടാവുന്നുണ്ട്. അതെന്താന്ന് വെച്ചാൽ ഒറ്റ ഒളിമ്പിക്സിൽ തന്നെ 2 ഇനങ്ങളിൽ അദ്ദേഹത്തിന് അല്ലെങ്കിൽ മനു ഭാക്കറിന് അവാർഡ് ലഭിക്കുന്നുണ്ട്. അത് രണ്ടാമത്തെ കാര്യം. മൂന്നാമത് പറയാനുള്ളത് ആദ്യമായാണ് ഒളിമ്പിക്സിൽ ഷൂട്ടിങ്ങിന് നമുക്ക് ബ്രോൺസ് കിട്ടുന്നത് എന്നുള്ളതാണ്. അപ്പം 3 കാര്യങ്ങൾ. ആർക്കാണ് ആദ്യമായിട്ട് അവാർഡ് ലഭിക്കുന്നത്? അത് മനു ഭാക്കറിനാണ്. പിന്നെ ഒറ്റ ഒളിമ്പിക്സിൽ 2 ഇനങ്ങളിൽ, ആ രണ്ടാമത്തെ ഇനം ഞാൻ പറഞ്ഞു തരാം. 2 ഇനങ്ങളിൽ മെഡൽ ലഭിക്കുന്ന ആദ്യ ഇന്ത്യൻ വനിത അല്ലെങ്കിൽ ഇന്ത്യൻ എന്ന് പറയുന്നത് മനു ഭാക്കർ കൊണ്ടുപോയി. മൂന്നാമത് പറഞ്ഞത് എന്താണ്? ഒളിമ്പിക്സിൽ ആദ്യമായാണ് ഇന്ത്യൻ വനിതയ്ക്ക് ഷൂട്ടിങ്ങിൽ അവാർഡ് ലഭിക്കുന്നത്. അപ്പോൾ അതും കൂടി ഒന്ന് ഓർത്തോക്കുക. അതും മനു ഭാക്കറാണ്. LGSന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ എന്താണ് ആ രണ്ടാമത്തെ ഐറ്റം? ആ ഒരു ഒറ്റ ഒളിമ്പിക്സിൽ തന്നെ 2 ഇനങ്ങളുടെ കാര്യം പറയണമെങ്കിൽ അത് സർബ്ജോത് സിംഗിനോടൊപ്പം ഒരു മിക്സഡ് ടീം ഇവന്റ് ഉണ്ടായിരുന്നു. 10 മീറ്റർ എയർ പിസ്റ്റൽ തന്നെയാണ്. അതിലും 2 പേരും കൂടി വെങ്കലം നേടി. അപ്പോൾ ഒന്നാമത്തേത് മനു ഭാക്കറിന്റെ നേട്ടം, പിന്നെ മനു ഭാക്കറും സർബ്ജോത് സിംഗും കൂടി ഷൂട്ടിങ്ങിന് നേടിയ നേട്ടം. പിന്നെ ഷൂട്ടിങ്ങിന് തന്നെ സ്വപ്നയിൽ കുസേലിന് കിട്ടി. അപ്പം സ്വപ്നയിൽ കുസേലിന്റെ ഐറ്റം എന്തെന്ന് ചോദിച്ചാൽ അതും ഷൂട്ടിംഗ് ആണ്. 6ൽ 3 ഷൂട്ടിംഗ് എന്നുള്ള ഐറ്റത്തിനാണ് നമുക്ക് കിട്ടുന്നതെന്ന് ഓർക്കുക. പിന്നെ നമ്മുടെ ഇന്ത്യൻ പുരുഷ ഹോക്കി ടീമിനെ കുറിച്ചാണ്. അവർക്ക് ഇപ്രാവശ്യവും വെങ്കലം ലഭിച്ചു. കഴിഞ്ഞ തവണയും വെങ്കലം ലഭിച്ചിരുന്നു. 41 വർഷങ്ങൾക്ക് ശേഷമാണ് ടോക്കിയോയിൽ അവർ വെങ്കലം നേടുന്നത്. ഇപ്രാവശ്യവും അവർ അത് നിലനിർത്തി. ഇനി ജാവലിൻ ത്രോയെ കുറിച്ചാണ് പറയുന്നത്. ടോക്കിയോ ഒളിമ്പിക്സിൽ 2020 ടോക്കിയോ ഒളിമ്പിക്സിൽ സ്വർണ്ണമാണ് നീരജ് ചോപ്ര നേടിയത്. ഇപ്രാവശ്യം അത് വെള്ളി എത്തി. എന്നാലും കുഴപ്പമില്ല. എത്രയാണ് റെക്കോർഡ് എന്നുള്ളത് നിങ്ങൾ പഠിച്ചു വെക്കുക. 89.45 എന്നുള്ളതാണ്. അപ്പോൾ ആർക്കാണ് സ്വർണം കിട്ടിയതെന്നും കൂടി പഠിച്ചു വെക്കുക. പാകിസ്ഥാനിയായ അർഷാദ് നദിമാണ് ലഭിച്ചത്. 92.97 എന്നുള്ളതാണ് ആ ഒരു നേട്ടം എന്നുള്ളത് ഓർക്കൂ. ഇന്ത്യയുടെ ഏറ്റവും പ്രായം കുറഞ്ഞ ഒളിമ്പിക്സ് മെഡൽ ജേതാവായി അമൻ സെഹ്റാവാത്ത് എത്തി. അമൻ സെഹ്റാവാത്തിനാണ് ലഭിക്കുന്നത്. അടുത്തത് ഗുസ്തിയിൽ വെങ്കലമാണ് കിട്ടുന്നത്. അതുകൂടാതെ അദ്ദേഹത്തിനും ഒരു ചരിത്രം ഉണ്ടായി, അല്ലെങ്കിൽ ഒരു ഹിസ്റ്ററി കുറിച്ച്. PV സിന്ധുവിൻ്റെ ആ ഒരു പ്രായം കുറഞ്ഞ ഒളിമ്പിക്സ് നേടിയ വ്യക്തി എന്നുള്ളത് അമൻ സെഹ്റാവാത്ത് ആ ടൈറ്റിലിങ് എടുത്തു. അപ്പം മനു ഭാക്കറിൻ്റെയും അമൻ സെഹ്റാവാത്തിനെ കുറിച്ചും ഒന്ന് അറിഞ്ഞിരിക്കുക. ചോദിക്കാനുള്ള ചാൻസുകൾ കൂടുതൽ
കൂടുതലാണ്. ഇതാ ചോദിച്ചിരുന്നു LGS എന്ന് ഞാൻ പറഞ്ഞില്ലേ. ഇതാ ക്വസ്റ്റ്യൻ നോക്കിയേ. 2024 പാരീസ് ഒളിമ്പിക്സ് ഷൂട്ടിംഗ് 10 മീറ്റർ എയർ പിസ്റ്റൽ വിഭാഗത്തിൽ വെങ്കല മെഡൽ നേടിയ ഇന്ത്യൻ വനിത കിംജി ഓയേജിൻ വെറോണിക്ക മേജർ എന്നൊക്കെ ഉണ്ട്. ആയിട്ടുള്ള മനു ഭാക്കറാണ് ഉത്തരമായിട്ട് വരുന്നത്. അടുത്തത് പാരീസ് പാരാലിമ്പിക്സിനെ കുറിച്ചാണ്. 2024 പാരീസ് നടന്നു. അപ്പോൾ പാരാ അത്ലറ്റുകൾക്ക് വേണ്ടിയുള്ളതാണ് പാരീസ് പാരാലിമ്പിക്സ് അല്ലെ പാരാലിമ്പിക്സ്. ആരാണ് ആദ്യമേ കിരീടം കൊണ്ടുപോയത്? ചൈനയാണ്, 220 പോയിന്റുകൾ. പിന്നെ ബ്രിട്ടൻ, USA, ഇന്ത്യ. അപ്പോൾ ഇന്ത്യക്ക് 4ാം സ്ഥാനമല്ല, ഞാൻ എഴുതിയിരിക്കുന്നത് 4ാമതാണെങ്കിൽ പോലും നമ്മുടെ സ്ഥാനം 18ആണ്. നമ്മുടെ സ്ഥാനം എത്രയാണ്? 18ാം സ്ഥാനമാണ്. ഇന്ത്യയിൽ നിന്നും 84 പാരാ അത്ലറ്റുകൾ പോയി. അതിൽ നമുക്ക് 29 മെഡൽ നേട്ടം ഉണ്ടായി. എത്ര മെഡലുകൾ നേടി നമ്മൾ? 29 മെഡൽ നേട്ടം ഉണ്ടായി. അതിൽ 7 സ്വർണമാണ് ലഭിച്ചത്. അപ്പോൾ സമ്മർ ഒളിമ്പിക്സ് ഒന്ന് ആലോചിച്ച് നോക്കിയാൽ നമുക്ക് സ്വർണ്ണമൊന്നും ലഭിച്ചില്ല. ഒരു വെള്ളിയും 5 വെങ്കലവുമാണ്. ഇവിടെ 29 മെഡലുകൾ ലഭിച്ചു. അതിൽ 7 നമുക്ക് സ്വർണമാണ്. ഇനി ആർക്കാണ് ആദ്യമേ ലഭിച്ചത്, അല്ലെങ്കിൽ മനു ഭാക്കറിനെ പോലെ ആദ്യം ലഭിച്ചത് ആരാന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം ആവണി ലേഖരയാണ്. കാണുന്നുണ്ടോ? ആവണി ലേഖരയാണ്. ഷൂട്ടിംഗ് തന്നെയാണ് ഐറ്റമായി വരുന്നത്. എന്താണ് ഐറ്റമായി വരുന്നത്? ഷൂട്ടിംഗ് തന്നെയാണ്. ഇനി നമ്മൾക്ക് വേറെ ആർക്കൊക്കെയാണ് ഗോൾഡ് കിട്ടിയത് എന്നും കൂടി അറിഞ്ഞിരിക്കണ്ടേ? എഴുതി കുറിച്ച് വെച്ചോളൂ. ബാഡ്മിന്റന് നിതേഷ് കുമാർ, സുമിത് ആഞ്ചലിന് ജാവലിൻ ത്രോ, ധരംബീറിന് മെൻസ് ക്ലബ് ത്രോ, ഹർവിന്ദർ സിംഗ് മെൻസ് ഇൻഡിവിജ്വൽ റിക്കർ, പ്രവീൺ കുമാർ മെൻസ് ഹൈ ജംപ്, നവദീപ് സിംഗിന് ജാവലിൻ ത്രോ. ജാവലിൻ ത്രോയ്ക്കൊക്കെ ഇപ്രാവശ്യം ആദ്യമായിട്ടാണ് നമുക്ക് ഗോൾഡ് കിട്ടുന്നത് കേട്ടോ. അതൊന്ന് കുറിച്ച് വെച്ചോളൂ. പിന്നെ ഞാൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് പേരുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് പോസ് ചെയ്ത് എഴുതിയെടുക്കണമെങ്കിൽ എഴുതിയെടുക്കാം. നോട്ട് വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറയാട്ടോ. യോഗേഷ് കത്തനിയ, തുളസിമതി മുരുകേശൻ, മനീഷ രാംദാസ്, പിന്നെ സുഹാസ് ഹിതിരാജ്, രാകേഷ് കുമാർ, ശീതൽ ദേവിക്കൊക്കെ ചരിത്രം ഉണ്ടാക്കി എന്ന് വെച്ചാൽ 17ാം വയസ്സിൽ ഒളിമ്പിക്സിൽ ഏറ്റവും പ്രായം കുറഞ്ഞ ഇന്ത്യയിൽ നിന്ന് ഏറ്റവും പ്രായം കുറഞ്ഞ ആ ഒരു നേട്ടമൊക്കെ ശീതൽ ദേവി കൊണ്ടുപോയി കേട്ടോ. അപ്പോൾ നിത്യശ്രീ ശിവൻ, പിന്നെ ദീപ്തി ജിവാഞ്ചിയെ കുറിച്ച് ഓർക്കുക. മാരിയപ്പൻ തങ്കവേലുവിൻ്റെ കാര്യം പറയേണ്ടത് എന്താണെന്ന് വെച്ചാൽ മാരിയപ്പൻ തങ്കവേലുവിന് 3 തവണ എന്ന് മീൻസ് ടോക്കിയോയ്ക്ക് മുമ്പേ റിയോയിലും ഉണ്ടായിരുന്നു. അവിടെ സ്വർണം നേടി, പുരുഷന്മാരുടെ ഹൈ ജമ്പിൽ. അത് കഴിഞ്ഞിട്ട് ടോക്കിയോയിൽ വന്നപ്പോൾ അത് വെള്ളിയായി. ഇപ്രാവശ്യം ബ്രോൺസ് അല്ലെങ്കിൽ വെങ്കലം ലഭിച്ചു. അങ്ങനെ 3 കോൺസിക്യൂട്ടീവ് അല്ലെങ്കിൽ അടുത്തടുത്തിട്ട് ഉള്ള ഒളിമ്പിക്സിലും മെഡൽ നേട്ടം കൊണ്ടുവന്ന ഒരു വ്യക്തിയാണ് മാരിയപ്പൻ തങ്കവേലു. അപ്പോൾ മാരിയപ്പൻ തങ്കവേലുവിനെ കുറിച്ച് പറഞ്ഞപ്പോൾ വേറൊരു കാര്യം കൂടി, ആവണി ലേഖരയ്ക്ക് ടോക്കിയോയിലും ഇവിടെയും ഷൂട്ടിങ്ങിന് വെച്ചാൽ രണ്ടിടത്തും പാരീസിലും ടോക്കിയോയിലും സ്വർണം ലഭിച്ചു എന്നുള്ള കാര്യം മറക്കരുത്. പിന്നെ ശരത് കുമാറിനെ കുറിച്ചും അജിത് സിംഗിനെ കുറിച്ചും സുന്ദർ സിംഗ് ഗുർജാറിനെ കുറിച്ചും അറിഞ്ഞിരിക്കുക. ഞാൻ സ്ലൈഡിൽ ബാക്കിയുള്ളവർ ഐറ്റം എഴുതിയിട്ടുണ്ട്. പർണവ് സുർമ, കപിൽ പാർമർ, ഹെക്കാത്തു ഹൊട്ടേഷേസമ. ഈ പേര് ഇത്തിരി ഘനമുണ്ട്. അതേപോലെ തന്നെ ഓർത്തുക, ഷോർട്ട് പുട്ടാണ് ഐറ്റം കേട്ടോ. പിന്നെ സിമ്രാൻ, അത് അത്ലറ്റിക് ആണ്. ഓക്കെ, നമ്മൾ അങ്ങനെ സമ്മർ ഒളിമ്പിക്സിലെയും പാരാലിമ്പിക്സിലെയും കുറിച്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആയ കുറേ കാര്യങ്ങൾ പറഞ്ഞു. നിങ്ങൾക്ക് മനസ്സിലായി എന്ന് തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം. അങ്ങനെ ഇനി അടുത്ത് വരുന്ന എല്ലാ എക്സാമുകൾക്കും വേണ്ടിയുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ഭാഗങ്ങൾ ഞാൻ പറഞ്ഞു തന്നു. എന്തൊക്കെ കവർ ചെയ്തു അല്ലേ ഈ വീഡിയോയിൽ? ലിറ്റററി സോഴ്സസിനെ കുറിച്ചും അത് കഴിഞ്ഞിട്ടുള്ള അവാർഡുകൾ, സ്പോർട്സ്, സിനിമ, അങ്ങനെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറേ ഭാഗങ്ങൾ കവറപ്പ് ചെയ്തു. നിങ്ങൾക്ക് ഈ വീഡിയോ വളരെയധികം ഉപകാരപ്രദമായിട്ടുണ്ടാവും എന്ന് തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം. ഇനി നമ്മൾ PSC ബുള്ളറ്റിൻ ബേസ്ഡ് ആയിട്ടുള്ള വീഡിയോകൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു വീഡിയോ നിങ്ങൾക്ക് വേണോ, കറണ്ട് അഫയേഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ള അങ്ങനെയുള്ള വീഡിയോ നിങ്ങൾക്ക് വേണം എന്നുണ്ടെങ്കിൽ അതും കൂടി കമൻറ്റ് ചെയ്യുക. പിന്നെ ഞാൻ ചോദിച്ച ചോദ്യം മറക്കരുത്, JC ഡാനിയൽ പുരസ്കാരം ആർക്കാണ് 2023 ലഭ്യമായത് എന്നുള്ളത് എപ്പോഴും ചോദിച്ചു കാണുന്ന ക്വസ്റ്റ്യൻ ആയതുകൊണ്ടാണ് ഞാനത് ചോദിച്ചത്. അതും കമൻറ്റ് ബോക്സിൽ ഇടുക. ഈ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾ എന്തായാലും പറയുക. പിന്നെ നമ്മുടെ അപ്കമിങ് ബാച്ചസ് ആയിട്ടുള്ള വേരിയസ് യൂണിഫോം പോസ്റ്റുകളുടെയും 10th 12th ഉള്ള ബാച്ചുകളുടെയും കുറിച്ചുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയണം എന്നുണ്ടെങ്കിൽ ഓഫീസിൽ കോൺടാക്ട് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിന് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും പറയുക. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. ടിൽ ദെൻ വി മീറ്റ്. ബൈ.